പ്രവർത്തനം ചെയ്തും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുകയും. അത് നമ്മൾ പറഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നിറവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മ നിറവ്. ഗ്രീക്ക് ഭാഷയിൽ നിറവ് എന്നുള്ളതിന് പറയുന്ന ഒരു പദമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, കുറിച്ചെടുക്കേണ്ടവരെ കുറിച്ചെടുക്കണം. പ്ലരോ ഓ എന്നൊരു പദമാണ്. പ്ലരോ ഓ, പ്ലരോ ഓ, നിറയുക, ടു ബി ഫിൽഡ് എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന പദം പ്ലരോ ഓ, പ്ലരോ ഓ. അതിന്റെ നാമപദം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പ്ലരോമ എന്ന് പറയും. പ്ലരോമ, പ്ലരോമ എന്ന് പറഞ്ഞ നാമപദമാണ്. നിറവ്, നിറവ് നാമപദം. പ്രത്യേകിച്ച് നിങ്ങൾ കൊലോസി ലേഖനമൊക്കെ വായിച്ചാൽ കൊലോസി ലേഖനത്തിന്റെ താക്കോൽ പദം തന്നെ നിറവാണ്, നിറവ്. ഈ പ്ലരോമയാണ് കൊലോസി ലേഖനത്തിന്റെ കീവേഡ്. നിരവധി വട്ടം കൊലോസി ലേഖനത്തിൽ നിറവ്, 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 നിറവ് എന്നുള്ള പദം ഇങ്ങനെ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. സത്യത്തില് ആ ഒരു പദം തൊട്ടാൽ, ആ പിടിച്ചാൽ മതി, കൊലോസി ലേഖനം അപ്പാടെ അഴിഞ്ഞു വരും. ആ പദം, അതേ പദം തന്നെയാണ് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആത്മാവ് നിറഞ്ഞവരായി. പ്ലരോ ഓ, പ്ലരോ ഓ, ആത്മാവിനാൽ നിറയപ്പെടൂ. ഞാൻ പറഞ്ഞത് ഒരു കമാൻഡ് അല്ലേ? ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. അതൊരു കമാൻഡാണ്, അതൊരു ആജ്ഞയാണ്, അതൊരു കൽപ്പനയാണ്. ആത്മാവിൽ നിറയപ്പെടൂ. എന്താണ് ഈ നിറയുക എന്നുള്ളതിന്റെ അർത്ഥം? നമുക്ക് അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിറയുക എന്ന് പറയുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പാത്രത്തിൽ വെള്ളം നിറയുന്നതിനെ കുറിച്ചായിരിക്കാം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ വളരെ വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ ഉള്ളൊരു പദമാണ് ഈ പ്ലരോ ഓ എന്ന് പറഞ്ഞ പദം. അവിടെ നിറയുക എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് തരത്തിലുള്ള അർത്ഥങ്ങൾ ഞാൻ പറയാം. ആദ്യത്തെ അർത്ഥം, പ്ലരോ ഓ എന്ന് പറഞ്ഞാൽ ടു ബി എക്യുപ്ഡ്, ടു ബി ഫിൽഡ് മീൻസ് ടു ബി എക്യുപ്ഡ് ഓർ ടു ബി ക്വാളിഫൈഡ്. സജ്ജരാകുക എന്നോ യോഗ്യരാകുക എന്നോ ഉള്ള അർത്ഥമാണ് സത്യത്തില് പ്ലരോ ഓ എന്ന ഗ്രീക്ക് പദത്തിനുള്ളത്. അതുകൊണ്ട് നിറയുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വെള്ളം നിറയുന്നത് മാത്രം ഓർക്കരുത്. കാരണം നമ്മൾ മലയാളമല്ല പഠിക്കുന്നത്, മലയാളത്തിൽ കൂടെ നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ. പക്ഷേ മൂലകൃതി, മൂലഭാഷ എന്ന് പറയുന്നത് ഗ്രീക്കാണ്. പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത് ഗ്രീക്കിലാണ്. അപ്പൊ ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം ടു ബി ഫിൽഡ്, നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടു ബി എക്വിപ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ സജ്ജരായി തീരുക. ഇത് വളരെ രസകരമായ ഒരു ചിത്രാത്മക പദമാണ്, ഒരു പിക്ചറസ്ക് വേർഡാണ്, ഒരു പിക്ചോഗ്രാഫിക് വേർഡാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചിത്രമാണ് ആ പദം നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നത്. പ്ലരോ ഓ എന്ന് പറഞ്ഞാൽ തുറമുഖത്ത് ഒരു കപ്പൽ വന്നെടുക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പം വിഴിഞ്ഞത്തൊക്കെ കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു കപ്പൽ വന്നു കഴിഞ്ഞാൽ ആ കപ്പലിൽ നിന്നുള്ള ബാർഗേജ്, അവിടെ നിന്നുള്ള കെട്ടുകൾ, വലിയ കെട്ടുകളും അതെല്ലാം ഇവിടെ ഇറക്കും. അതിന്റെ ഗുഡ്സ്, മെറ്റീരിയൽസ് അതെല്ലാം ഇവിടെ ഇറക്കാനുള്ളതായിരിക്കാം. ഒരുപക്ഷെ കേരളത്തിൽ വിൽക്കാനുള്ളതോ ഉള്ള വസ്തുക്കളായിരിക്കും അവർ കപ്പലിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അത് ഇറക്കി കഴിയുമ്പോഴത്തേക്ക് കപ്പൽ കുറെയൊക്കെ ശൂന്യമാകും. കാരണം അതിനകത്ത് കപ്പലിൽ കൊണ്ടുവന്ന സാധനങ്ങൾ ഇവിടെ ഇറക്കിയല്ലോ. അപ്പൊ പിന്നെ കപ്പൽ ശൂന്യമായി. ഇവിടെ ഇറക്കുക മാത്രമല്ല അവരുടെ ഉദ്ദേശം. കപ്പൽക്കാർ ഇവിടെ ഇറക്കിയിട്ട് പോകാൻ മാത്രമല്ല, ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോകാനുള്ള വസ്തുക്കൾ മറ്റു രാജ്യത്തേക്ക് കൊണ്ടുപോകണം. ഇപ്പം മറ്റു രാജ്യങ്ങളിൽ ഇല്ലാത്തതും കേരളത്തിൽ അധികമുള്ളതുമായ വസ്തുക്കൾ കണ്ടേക്കാം. അപ്പൊ അത്തരം വസ്തുക്കൾ കേരളത്തിൽ നിന്നുമുള്ള ബാഗേജുകൾ വാങ്ങി ഒരു കപ്പൽ നിറയെ അടുക്കി വെച്ചു എന്ന് വെച്ചോ. എല്ലാം ഫില്ല് ചെയ്തു, എല്ലായിടത്തും
ഇവിടുന്നുള്ള കമ്മോഡിറ്റീസ്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വസ്തുവകകൾ എല്ലാം നമ്മൾ വാങ്ങി അത് നിറച്ച് ഒരു കപ്പൽ നിറച്ചു വെച്ചു എന്ന് വിചാരിക്കുക. നിറച്ചു ലോഡ് കയറ്റി. അവൻ നിറച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയാമോ? സജ്ജരായിട്ട് നിൽക്കുക, ഉടനെ പോകാം. അതതിന്റെ അർത്ഥം. To be filled means to be equipped or to be qualified for a voyage. ഒരു കപ്പൽ യാത്രയ്ക്ക് വേണ്ടി കപ്പൽ ഒരുങ്ങി നിൽക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഗ്രീക്ക് ഭാഷയിൽ പ്ലരോ എന്ന് പറയുന്നത്. ഇതാ പറഞ്ഞ അല്ല, നമ്മുടെ ചിന്തയല്ല അവർക്ക് മനസ്സിൽ വരുന്നത്. നമ്മുടെ ആത്മാവിൽ നിറയുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചിന്ത ഈ തുള്ളി ചാടുക എന്നുള്ളതാ. തുള്ളുക, കൈ വിറയ്ക്കുക, കൈയടിക്കുക, അല്ലേ? നമ്മൾ തുള്ളൽ പ്രസ്ഥാനമാണല്ലോ. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ നമുക്ക് തുള്ളൽ പ്രസ്ഥാനമാണ്. സത്യത്തിൽ ഒരു കപ്പൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്രം, ഒരു കപ്പലിൽ വസ്തുവകകൾ കയറ്റി നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമാണ് യഹൂദന്റെ മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മാവിൽ നിറയപ്പെടൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം we are equipped and fully filled for a definite ministry. ആത്മാവിൽ നിറയപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു ദൗത്യത്തിന് വേണ്ടിയോ, ഒരു യാത്രയ്ക്ക് വേണ്ടിയോ, ഒരു പ്രവൃത്തിക്ക് വേണ്ടിയോ നമ്മളെ പൂർണ്ണമായും നിറയ്ക്കുക എന്നുള്ളതാണ്. ഒരു ദൗത്യം നിറവേറാൻ വേണ്ടി, ഒരു യാത്രയ്ക്ക് വേണ്ടി നാം നിറഞ്ഞു. അപ്പൊ ആത്മാവ് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ തുള്ളിച്ചാട്ടമല്ല നോക്കുക. കേവലം തുള്ളിച്ചാടാൻ വേണ്ടി അല്ല ആത്മാവ് നമ്മളിലേക്ക് വരുന്നത്. ഇവിടെയൊക്കെയാണ് പെന്തിക്കോസ്ത് സഭകൾക്ക് തെറ്റിയത്. നാം പരിശുദ്ധാത്മാവിനെ കേവലം കയ്യടിയും മറുഭാഷയും മാത്രമാക്കി അങ്ങ് ചുരുക്കിക്കളഞ്ഞു. അതുകൊണ്ടാണ് ആദ്യം മുതലേ ഞാൻ പറയുന്നത്, അയ്യോ അതൊരു അടയാളം മാത്രമാണേ. അന്യഭാഷ പറയുന്നതോ കൈയടിക്കുന്നതോ തുള്ളുന്നതോ ഒക്കെ അടയാളം മാത്രമാണ്. ഇത് ചെയ്യിക്കാൻ വേണ്ടിയല്ല പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുന്നത്. ദൈവത്തിന് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. നമ്മളെ കൊണ്ട് മറുഭാഷ പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല പരിശുദ്ധാത്മാവിനാൽ ഓരോ ദൈവവൈതല്യം നിറയ്ക്കുന്നത്. ഇനിയെങ്കിലും ഈ ധാരണയൊന്ന് മാറ്റമേ. അതുകൊണ്ട് ഇതൊന്ന് മനസ്സിലാക്കിക്കേ. നിങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ, തുള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ഈ പറയാൻ പോകുന്നത്. If you are filled with the Holy Spirit, that means you are going to do a great ministry. നിങ്ങളൊരു വലിയ ദൗത്യത്തിന് വേണ്ടി, ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കി എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഒരുങ്ങിയോ? എന്തോ ചെയ്തെന്നാ പറഞ്ഞേ? കഴിഞ്ഞ നാളുകളിൽ ദൈവം ഏൽപ്പിച്ച ചില ദൗത്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ചെറിയ ദൗത്യം, ഒരു ചെറിയ ശുശ്രൂഷ കർത്താവിന് വേണ്ടി ചെറുവിരലെങ്കിലും അനക്കിയിട്ടുണ്ടോ എന്ന് ഈ ആത്മനിറവ് പ്രാപിച്ചിട്ട്? നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ആഴ്ച പോയിരും തുള്ളി വെച്ചു പോരും. ഇതാണോ ആത്മനിറവ് എന്ന് പറയുന്നത്? ഇതിന് മാത്രമാണോ ആത്മാവ് നമ്മളെ നിറച്ചത്? നിങ്ങൾ 2-3 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദയവായി ലൂക്കോസിന്റെ സുവിശേഷം എന്നെടുത്താട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15ഉം 17ഉം വാക്യങ്ങളാണ് നമ്മൾ വായിക്കേണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15, 17 വാക്യങ്ങൾ. ഉറക്കെ വായിക്കാം ഒരാള്. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഇത് ആരാ? യോഹന്നാൻ സ്നാപകനെ കുറിച്ചായി പറയുന്നത് കേട്ടോ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് അവന്റെ പിതാവായ സക്രിയാവിന് കൊടുക്കുന്ന ഒരാലോചനയാണ്. അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ അവൻ ആത്മാവ് കൊണ്ട് നിറയും. 17 വായിച്ചോ? ലൂക്കോസ് 1-ന്റെ 15, 17 വായിച്ചോ? 2 വായിച്ചോ? ഇല്ലേ? അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. കണ്ടോ?
15-ാമത്തെ വാക്യം ഇതാണ് പറഞ്ഞത്, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കയില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഗർഭത്തിൽ വെച്ചു തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. He will be filled with the Holy Spirit. His mother's womb. അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. എന്തിനാണ് യോഹന്നാനെ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചത്? എന്തിനാ നിറച്ചത്? മറുഭാഷ പറയാനല്ല, കൈയടിച്ച് ബഹളമുണ്ടാക്കാനല്ല, ഭ്രാന്തളകിയതുപോലെ, ഏതോ ബാധകളകിയതുപോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനല്ല. പരിശുദ്ധാത്മാവ് കൊണ്ട് അവനെ നിറച്ചത്. അതാ 17-ാമത്തെ വാക്യം, അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളിലെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവ് കൊടുക്കുന്ന നടത്തി. ഇതാ അവന്റെ ഉദ്ദേശം. ഇതാ ഉദ്ദേശം. അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചു കൊണ്ടുവരണം. ആത്മനിറവ് പ്രാപിച്ചവരോടെ ഈ പറയുന്നത്. ഒന്ന്, ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ ആത്മനിറവ് പ്രാപിച്ചവൻ എന്ത് ചെയ്യണമെന്നോ, ഈ തലമുറയുടെ നടുവിൽ ദൈവത്തിന്റെ സാക്ഷിയായി തീരുക എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ടല്ലോ, ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുക. ദൈവത്തിന്റെ ആത്മാവ് ശുശ്രൂഷയ്ക്കിറങ്ങിയപ്പോൾ എന്നോട് വ്യക്തിപരമായി സംസാരിച്ചൊരു വാക്യം കൂടെയാണിത്. അതുകൊണ്ട് എനിക്ക് ഈ വാക്യത്തോട് വ്യക്തമായ ഒരു സ്നേഹവും ആദരവും ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നൊരു ദൂതാണിത്. ഞാൻ ശുശ്രൂഷക്കായിട്ട് ഇറങ്ങിയപ്പോൾ ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുക. ഇന്ന് ഞാനതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ക്ലാസ്സിലൂടെ ഞാൻ ചെയ്യുന്നത് അതാണ്. ഒരുക്കമുള്ള ജനത്തെ ഒരുക്കുക. എന്താ ഈ ഒരുക്കമുള്ള ജനത്തെ പിന്നെ ഒരുക്കണം? നമ്മൾ ചോദിച്ചേക്കാം അല്ലേ? ഒരുക്കമുള്ളവരെ ഒരുക്കണം. മേക്ക് റെഡി ദ പ്രിപ്പയർഡ്. പ്രിപ്പയർ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യല്ലേ? പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുങ്ങുക. എന്താ ഒരുങ്ങുന്നത്? പഠിക്കേണ്ടതെല്ലാം പഠിച്ചു, മനസ്സിലാക്കേണ്ടതെല്ലാം മനസ്സിലാക്കി, ഗ്രഹിക്കേണ്ടതെല്ലാം ഗ്രഹിച്ചു. അതിനാണ് പ്രിപ്പറേഷൻ. അത് ഒരുക്കം തന്നെയാണ്. നമ്മൾ പ്രിപ്പയർഡ് ആണ്. കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആണോ? അതിനുവേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തോ? ഒരുങ്ങേണ്ടതെല്ലാം ഒരുങ്ങിയോ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം കർത്താവ് വന്നാൽ പോവെന്ന് ഉറപ്പുണ്ടോ? അരീഷുവ 100% ഉറപ്പുണ്ടോ? ഇപ്പം കർത്താവ് വിളിക്കുകയാണ്, ഇവിടെ കയറി വരുവിൻ എന്ന് സഭയോട് പറഞ്ഞാൽ നിങ്ങൾ പോകുമെന്ന് ഉറപ്പുണ്ടോ? ആർ യു പ്രിപ്പയർ? അതിന് വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടോ? അതിന് ചെയ്യേണ്ടതെല്ലാം എന്താ? അതിന് ചെയ്യേണ്ടതാണ് നമ്മൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മനിറവ് പ്രാപിച്ചു, വിശുദ്ധിയിലും വേർപാടിലും നാം ജീവിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കുന്നു, പഠിക്കുന്നു, ഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തി, ബലഹീനതകളെ അത് നമ്മൾ ഏറ്റുപറഞ്ഞ് ഓരോ ദിവസവും നമ്മൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. അതാ പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരെ പിന്നെ ഒരുക്കണം. റെഡി അല്ലേ? നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് സബ്ജക്റ്റുകളെല്ലാം പഠിച്ചു, കഴിഞ്ഞ നാളുകളിൽ പാഠങ്ങളെല്ലാം പഠിച്ചു, അർത്ഥം പഠിച്ചു, ചോദ്യങ്ങൾ ചോദിച്ച സ്വയം പഠിച്ചു, ഉത്തരം എഴുതാനെല്ലാം എല്ലാം നിങ്ങൾ ഒരുങ്ങി. പക്ഷെ പരീക്ഷയ്ക്ക് പോകണമെങ്കിൽ ഇങ്ങനെയാണോ പോകുന്നത്? അവളെ മുറിയിൽ ഇരുന്ന് പഠിച്ചതുപോലാണോ പരീക്ഷയ്ക്ക് പോകുന്നത്? രാവിലെ എഴുന്നേറ്റു, കുളിച്ച്, വസ്ത്രം മാറി, ബാഗ് എടുത്ത്, പേനയെടുത്ത്, ഹാൾ ടിക്കറ്റ് എടുത്ത് ഇറങ്ങി. റെഡി ആകുക എന്ന് പറഞ്ഞു.
പരീക്ഷയ്ക്ക് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതിയില്ല, പരീക്ഷ ആയില്ല. ആ ഒരുക്കം എന്ന് പറഞ്ഞാൽ ദീർഘനാളുകൾ കൊണ്ടുള്ള ഒരുക്കമാണ്, അല്ലെ? 1 വർഷമോ 2 വർഷമോ 3 വർഷമോ നീണ്ടു നിൽക്കുന്ന ഒരുക്കമാണ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം എന്ന് പറയുന്നത്. അത് പ്രിപ്പറേഷൻ ആണ്. പക്ഷെ ഗെറ്റ് റെഡി. പരീക്ഷയിലാവുന്ന ദിവസം രാവിലെ എന്ത് ചെയ്തോണം? നേരത്തെ എഴുന്നേക്കണം. അന്ന് ഉച്ചയും തിന്ന് ഉപ്പും തിന്ന് പിന്നെ മുളകും കൂടെ തിന്നേച്ച് പോരാൻ എഴുന്നേക്കരുത്, നോക്കരുത്. അന്നിച്ചിട്ട് രാവിലെ അങ്ങ് എഴുന്നേറ്റോണം. പരീക്ഷയ്ക്കൊക്കെ പോയിട്ടുള്ളവരല്ലേ, അല്ലെ? ഒത്തിരി പരീക്ഷ എഴുതിയ ആളാ ഞാനും, അല്ലേ? അപ്പോ പരീക്ഷയുടെ അന്ന് നേരത്തെ നമ്മൾ എഴുന്നേക്കും, നേരത്തെ എഴുന്നേറ്റ് കുളിക്കും, അല്ലേ? തുണിയൊക്കെ നന്നായി തേച്ചു വെക്കും, എല്ലാം റെഡിയാക്കി കാലെ കൂട്ടി എന്താ അണച്ചു ഓടിത്തല്ലി ബഹളം വെച്ച് വേർത്ത് കുളിച്ചു ചെന്നാൽ പരീക്ഷ എഴുത്ത് ചിലപ്പോ അവതാളത്തിലാകും. അത് വരാതിരിക്കാൻ നമ്മൾ അന്ന് കാലെ കൂട്ടി എഴുന്നേക്കും. നേരത്തെ ഒരുങ്ങി ഭക്ഷണം കഴിച്ച് എല്ലാം റെഡിയായി, പേനയെല്ലാം തെളിയുന്ന പേനയാണെന്നൊക്കെ നോക്കി ഒന്നുകൂടെ ചെക്ക് ചെയ്ത് എല്ലാം എടുത്തു വെച്ചിട്ട് നേരത്തെ നമ്മൾ ചെല്ലും, പരീക്ഷാ ഹാളിന് മുമ്പിൽ ചെല്ലും. അല്ലാതെ പരീക്ഷ തുടങ്ങി 10 മിനിറ്റ് താമസം, അരമണിക്കൂർ താമസമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വേവലാതിക്കിടയിൽ ചിലപ്പോ പരീക്ഷ വേണ്ടതുപോലെ എഴുതാൻ പറ്റിയില്ലെന്ന് വരും. പരീക്ഷയ്ക്കുള്ള ഒരുക്കം ചിലപ്പം 3 വർഷം കൊണ്ട് നടത്തുന്നതായിരിക്കാം. പക്ഷെ തയ്യാറെടുപ്പെന്ന് പറയുന്നത് അന്ന് പെട്ടെന്ന് ചെയ്യുന്നതാണ്. ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത്, ഇതാ യോഹന്നാൻ ചെയ്തത്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, കർത്താവിന്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപ പ്രാപിച്ച് ആത്മകൃപ പ്രാപിച്ച് ദിനംതോറും അശുദ്ധിയോട് പോരാടി, പാപത്തോട് പോരാടി, ലോകത്തോട് പോരാടി, പിശാചിനോട് പോരാടി നിങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരുക്കം കൊണ്ടായില്ല. പെട്ടെന്ന് കന്നു കഴിഞ്ഞാൽ പോകാനുള്ള ക്രമീകരണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്, ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ വരവാണ്. അതിൽ കുറഞ്ഞ ഒരു പ്രത്യാശ നമുക്കില്ല, അതിൽ കൂടിയ ഒരു പ്രത്യാശ നമുക്ക് വേണ്ട, അല്ലെ? അല്ലാതെ സൂക്കട് മാറാനും കടഭാരം തീരാനും, അല്ലെ, പിള്ളേരെ കെട്ടിക്കാനും കാറ് വാങ്ങിക്കാനും വീട് വെക്കാനും ഒന്നും അല്ലല്ലോ നമ്മള് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത്. അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. അതൊക്കെ ദൈവം തരാതിരിക്കില്ല. ശോധനയോട് കൂടി ഇതൊക്കെ ഈ ഭൂമിയിൽ വെച്ച് ദൈവം നമുക്ക് തരും. അതിന് നടുവിൽ ശോധനകളുമുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും തരും. അതല്ല, പക്ഷെ നമുക്കിതല്ല ലക്ഷ്യം. ഞാനും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ വീട്ടിൽ നിന്നൊന്നും വാങ്ങിക്കാതെ ഇറങ്ങി തിരിച്ച ഒരാളാണ് ഞാൻ. കാരണം എന്റെ അപ്പനും പാസ്റ്ററായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, എന്റെ അപ്പനൊന്നും ഉണ്ടാക്കിയില്ല. അത്യാവശ്യം ഒരു ഇച്ചിരി ഭൂമിയും കയറിക്കിടക്കാരനൊരു കുഞ്ഞു ഭവനമൊക്കെ ഉണ്ടാക്കി, അത്രേ അദ്ദേഹത്തെ കൊണ്ട് പറ്റിയുള്ളൂ. അദ്ദേഹം കർത്താവിന്റെ വേല ദീർഘവർഷം ചെയ്തു. ഞങ്ങള് 2 ആണുങ്ങളായിരുന്നു. എന്റെ മൂത്തത് ജ്യേഷ്ഠൻ, അദ്ദേഹം ആയിരുന്നു സത്യത്തിൽ അപ്പനെയും അമ്മയും ഒക്കെ നോക്കിയത്. അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ അദ്ദേഹത്തിന് അത് കൊടുത്തു. എനിക്ക് വേണ്ട, അത് അദ്ദേഹത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ജ്യേഷ്ഠനെ ഞാനത് കൊടുത്തു. ഒന്നും കാണാതെ ഇറങ്ങി തിരിച്ചതാ. ഞങ്ങള് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാൻ നേരത്ത് ഫെയ്ത്തോമിൽ ചെന്നപ്പോഴത്തേക്ക് സത്യത്തിൽ ആകപ്പാടെ 2 പാത്രമാണ് ഉള്ളത്. കുഞ്ഞുങ്ങൾ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. പിള്ളേര് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കാത്തിരിക്കുക, ആ പാത്രം കഴുകി വേണം അടുത്തത് ഞങ്ങൾക്ക് വിളമ്പി തിന്നാൻ. ആദ്യം സ്വന്തമായിട്ട് വാങ്ങിച്ചത് എന്റെ വൈഫ് എന്നൊരു ചപ്പാത്തി പലക വാങ്ങിച്ചോണ്ട് വന്നു. അതാ സ്വന്തമായിട്ട് ആദ്യം ഉണ്ടായത്, ഒരു ചപ്പാത്തി പലക. ഞാനെന്ന് കളിയാക്കി, അന്ന വിചാരം, മുന്ന വിചാരം, പിന്നെ വിചാരം, കാര്യവിചാരം, ഏതായാലും തീറ്റയെ കുറിച്ച് ഓർത്തല്ലോ. ചപ്പാത്തി പലക തുടങ്ങാമെന്ന് പറഞ്ഞ് അത് കൈവച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടെ തുടങ്ങിയതാണ്. പലരും വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ കൊടുക്കാൻ പോലും ഒന്നും ഇല്ലായിരുന്നു. ഫെയ്ത്ത് ഹോമിലേക്ക് മാറുമ്പോൾ 2 പ്ലാസ്റ്റിക് കസേര ആരൊക്കെ വാങ്ങിച്ചു തന്നു, അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ദൈവം ഒരു ജീവിതത്തിൽ അത്യാവശ്യം വേണ്ടതെല്ലാം സമ്പന്നമാണെന്നല്ല, എങ്കിലും അത്യാവശ്യം ഒരു കുടുംബത്തിന് വേണ്ടതെല്ലാം
ദൈവം നൽകി തന്നു. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. പക്ഷെ ഞാൻ അതിനു വേണ്ടിയല്ല കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത്. എന്റെ ലക്ഷ്യം അതായിരുന്നില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഗൾഫിലേക്കുള്ള ടിക്കറ്റ് നിഷേധിച്ചാണ് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ എനിക്ക് ചിലരൊക്കെ ഉണ്ട്. അപ്പൊ കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല കർത്താവിന്റെ പേര്. അപ്പോ അതൊക്കെ ഉണ്ടാക്കാനായിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ സ്വത്തകാഴ്ച പാത്രത്തിൽ കാത്തു നിൽക്കാതെ ഒക്കെ ജീവിക്കാൻ നമുക്ക് പറ്റുമായിരുന്നു. ഒന്നും വേണ്ട, കർത്താവിന്റെ വേല മതി എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റെടുത്ത് ഇതൊന്നും ഉണ്ടാക്കാനല്ല. ഞാനത് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ദൈവം അതൊക്കെ ചെയ്യും കേട്ടോ, അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുക എന്നുള്ളതല്ലേ. ഇല്ലേ? നമ്മൾ ഈ ഓടിയെ അധ്വാനിക്കുക എല്ലാം ചെയ്തിട്ടും കർത്താവ് വരുമ്പോൾ നമ്മൾ എടുത്തുകൊള്ളപ്പെട്ടില്ലെങ്കിൽ ഓർത്തു നോക്കി എത്ര ദയനീയമായിരിക്കും അതല്ലേ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയല്ലത്. അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആണ്, ശരി. പക്ഷെ ഒരുങ്ങണം. ഗെറ്റ് റെഡി. നിങ്ങൾ തന്നെ ഒരുങ്ങിയാൽ പോരാ, അനേകരെ ഒരുക്കണം. ഇത് പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവരോട്. ഇപ്പോഴും സുവിശേഷം എന്ന് പറഞ്ഞാൽ പലർക്കും പണമുണ്ടാക്കാനുള്ള കുറുക്കു വഴിയാണ്. ഈ ആത്മീയം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണേ, ആത്മീയം എന്ന് പറയുമ്പോൾ ആത്മാവിനെ സംബന്ധിച്ചതെന്ന് അതിന്റെ അർത്ഥം. സ്പിരിച്വൽ മീൻസ് pertaining to the spirit or concerning the spirit. ആത്മാവിനെ സംബന്ധിച്ച കാര്യമാണ് ആത്മീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആത്മീകമായി കൂട്ടായ്മയ്ക്ക് വരുന്നതും ആത്മീക കാര്യങ്ങൾ ചെയ്യുന്നതും ഭൗതികം ഉണ്ടാക്കാനല്ല. മനസ്സിലായോ? ഭൗതികത്തിന് വേണ്ടിയല്ല, അതിന് ഭൗതികം വേറെയാ പറയുന്നത്. ഭൗതികത്വത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ അധ്വാനിക്കുന്നത്. അല്ലെ? നമ്മൾ ഇവിടെ അധ്വാനിക്കുന്നതൊക്കെ ഭൗതികം ഉണ്ടാക്കാനാണ്. ഭൗതികം ഉണ്ടാക്കാനായിരിക്കരുത് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആരാധനയും. ഇതൊന്നും പ്രത്യേകിച്ച് ഓർക്കണം കേട്ടോ. ഞാന് വർഷങ്ങൾക്ക് മുൻപാണ് ഞാനെ പഠിപ്പിച്ചൊരു സിസ്റ്റർ, ഒരു സഹോദരി, നിങ്ങളെ പോലെ തന്നെ എന്റെ ബൈബിൾ ക്ലാസ്സിൽ ഇങ്ങനെയല്ല ഡേ സ്കോളറായി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ബൈബിൾ സ്കൂളിൽ വന്ന് ഡേ സ്കോളറായിട്ട് പഠിച്ചൊരു സഹോദരിയുണ്ട്. അവര് ഇന്ന് അവരൊരു സ്വതന്ത്ര സഭ അവരുണ്ട്. 10-40 സഭകൾ അവരുടെ കീഴിലുണ്ട്. ഇപ്പോ ദേവദാസ് ഇപ്പോ അറിയപ്പെടുന്ന ഒരാളാണ്. വളരെ ഞങ്ങളുടെ നാട്ടിലെ ഒരു വലിയ കുടുംബത്തിൽ നിന്നും ഇറങ്ങി വന്ന ഒരാളാണ്. സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി വന്ന ഒരാളാണ്. അവരുടെ ഹസ്ബൻഡാണ് സഭയുടെ ചെയർമാനും ഒക്കെ. ഞാൻ പറഞ്ഞല്ലോ 10-40 സഭകളുള്ളതുകൊണ്ട് നല്ല കൂട്ടായ്മയായിട്ട് അവർ പോകുന്നു. സഹോദരി പഠിപ്പിച്ചതിന് ശേഷം ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ഥലത്ത് വെച്ച്, ടൗണിൽ വെച്ച് കണ്ടപ്പോ ഞങ്ങൾ ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞു. എന്നിട്ട് വിശേഷങ്ങളൊക്കെ ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, സാറേ അമ്മ നല്ല സുഖമില്ലാതിരിക്കുകയാണ്, ക്യാൻസറാണ്, ഒത്തിരി ചികിത്സകളൊക്കെ ചെയ്തു, പക്ഷേ അവസാനം വലിയ 4th സ്റ്റേജിലെത്തി. അപ്പോ വളരെ അതിവേദന അനുഭവിച്ചു. വയറ്റിന്റെ ഉള്ളിലാണ്, ഉദരത്തിലാണ് ക്യാൻസർ. വളരെ വേദനയോടെ കഴിയുകയാണ്. ഇടയ്ക്കല്ല സാറിന്റെ കാര്യം പറയുമെന്ന് പറഞ്ഞപ്പോ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. ഞാനന്ന് ഈ സഹോദരി എന്നതിനെ കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവിടെ വിളിച്ചോണ്ട് പോവുകയും ആ വീട്ടിൽ ചെല്ലുകയും ആഹാരമൊക്കെ കഴിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നോട് വലിയ സ്നേഹം, ഭയങ്കര സ്നേഹമുണ്ട്. ഞാൻ എവിടെയായാലും ആ അടുത്ത എവിടെയെങ്കിലും ശുശ്രൂഷയ്ക്ക് ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരുങ്ങി അവിടെ കൂടി വരും. സാറാന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണെന്നും പറഞ്ഞു വരും. അപ്പൊ എന്നോട് പറഞ്ഞു, അമ്മയ്ക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. സാർ അവിടെ വരെ ഒന്ന് വരാമോ? അങ്ങനെ പറഞ്ഞ് നമ്മൾ ചെല്ലാതിരിക്കുമ്പോൾ ഞാൻ അടുത്ത ദിവസം തന്നെ ഈ മാതാവിനെ കാണാൻ അവരുടെ വീട്ടിലെത്തി. വലിയ കുടുംബമാണ്, വലിയ ഫാമിലി, വലിയ ധനശേഷിയുള്ള കുടുംബമാണ്. അവർക്ക് 6 കുഞ്ഞുങ്ങളാണ്, 6 മക്കളാണ്. അതിൽ 5 പെൺപിള്ളേരും ഒറ്റ ആണേ ഉള്ളൂ. അവന് ഗൾഫിൽ വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന വലിയൊരു മുതലാളിയാണ്. നാട്ടിൽ ഒത്തിരി വസ്തുവും മുതലും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഈ മാതാവിന്റെ ചെറുപ്പകാലത്ത് തന്നെ ഈ 6 കുഞ്ഞുങ്ങൾ ജനിച്ചു. വലിയ താമസമില്ലാതെ ഭർത്താവ് മരിച്ചുപോയി. വസ്തു മുതലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതെല്ലാം നോക്കി നടത്താനുള്ള ത്രാണിയോ കഴിവോ പ്രാപ്തിയോ ഒന്നും ഈ മാതാവിന് ഉണ്ടായിരുന്നില്ല. കാരണം ഭർത്താവ് ഉണ്ടായിരുന്നപ്പോ ഇതൊന്നും അവരെ അറിയിച്ചിട്ടില്ല.
ഈ കാര്യങ്ങളൊന്നും അവരെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഭർത്താവ് മരിച്ചു, ഇവർ ആകെ തത്രപ്പെട്ടു പോയി. കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം, റബ്ബറുണ്ട്, അതിന്റെ കണക്ക് നോക്കണം, അതിന്റെ ടാപ്പിങ്ങുകാരെ നിയമിക്കണം, അന്ന് വേണ്ട വളരെ വെച്ചപ്പാടുകൾ ഈ വസ്തുവൊക്കെ നോക്കി നടത്തണം. കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടത്തിയെടുത്തുകൊണ്ട് പോകാൻ ആ മാതാവ് ഒത്തിരി പാടുപെട്ടു കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. 6 കുഞ്ഞുങ്ങളാണ്, നിങ്ങൾ ഓർക്കണം. അതിൽ 5 പെൺപിള്ളേരാണെന്ന് ഓർക്കണം. ഈ മകൻ എന്ന് പറഞ്ഞ ഈ 5 പെൺപിള്ളേരുടെ ഇളയതാണ്, അതാ രസം, ഏറ്റവും ഇളയത്. അപ്പൊ അവനെ പഠിപ്പിച്ചു കൊണ്ടുവരണം. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം അവനെ ഏൽപ്പിക്കുന്നത് പോലെ ആ മാതാവ് കഠിനമായിട്ട് കഷ്ടപ്പെട്ടു. വസ്തു മുതലുകൊണ്ട്, പണമുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും ഇതെല്ലാം ഒന്നും നടത്തിയെടുക്കണ്ടേ, വളരെ കഷ്ടപ്പെട്ടു. ഒത്തിരി പ്രാർത്ഥിച്ചു, മികവാറും ഉപവാസവും പ്രാർത്ഥനയാണ്. പിന്നെ അതുകൊണ്ടാണ് മാതാവിനോട് എനിക്ക് വലിയ സ്നേഹമുള്ളത്. അവര് മറ്റൊരു വഴിയിലേക്ക് പോയില്ല. വസ്തു മുതലും ഒക്കെ നോക്കി, വെട്ടുകാരെയൊക്കെ നോക്കി, ടാപ്പിംഗ് ഒക്കെ ക്രമീകരിച്ച് നടത്തി, കണക്കെഴുതി, ബിസിനസ് ഒക്കെ നോക്കി, എന്നും ഉപവാസവും പ്രാർത്ഥനയും. എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഓടി വരും. മാതാവ് ജീവിതാവസാനം അതിവേദന തിന്ന് ക്യാൻസറായിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ അവരെ കാണാൻ ചെയ്തു. പല കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ ഞാൻ മാതാവിനെ ആശ്വസിപ്പിച്ചു, അമ്മച്ചി ഭാരപ്പെടേണ്ട, കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് ദൈവകൃപയിലായില്ലേ, മക്കളെല്ലാം വിശ്വാസത്തിലാണ്, മോന്റെ ബിസിനസ് നന്നായി പോകുന്നു, എല്ലാം നന്നായി പോകുന്നല്ലോ, എല്ലാം കാണാൻ ദൈവം അവസരം തന്നില്ലേ, എവിടുന്ന തുടങ്ങിയതെന്ന് ഓർക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ ആശ്വാസവചനങ്ങളും സന്തോഷവചനങ്ങളും ഒക്കെ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആയുസിന്റെ ഉടയവൻ ദൈവമാണ്, ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞപ്പം അവര് ഈ വേദനയുടെ നടുവിൽ എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് ഇനി ദീർഘവർഷം ഒന്നും ജീവിക്കണമെന്ന് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല. കാരണം ദീർഘവർഷം ഞാൻ ഒരു വിധവയായി കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി. എന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുത്തുന്ന വിഷയമേ അവരോട് പറഞ്ഞതാണ്, ഞാൻ ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി കരഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചു. പക്ഷെ അതെല്ലാം എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അവര് വളരണം, അവര് നന്മകൾ ഉണ്ടാകണം. കുഞ്ഞുങ്ങളിൽ ഈ പെൺപിള്ളേര് നല്ലൊരു പങ്കും അമേരിക്കയിലാകട്ടോ. ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കൊച്ചുമക്കൾക്ക് വേണ്ടി ഒക്കെ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. അവർക്ക് നന്നായി വരണം. ആ കുഞ്ഞുങ്ങളെല്ലാം നന്നായി അനുഗ്രഹിക്കപ്പെട്ടു. അവരെന്നോട് പറയാ, പക്ഷേ ഞാനിപ്പോൾ ഈ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ദൈവാത്മാവ് എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ്, നീ ഇങ്ങോട്ട് വരുമ്പോൾ എന്തു കൊണ്ടുവരും? നീ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, കരഞ്ഞു, ഒത്തിരി മീറ്റിങ്ങിലെല്ലാം ഓടിച്ചെന്നു. പക്ഷെ ഇതെല്ലാം എന്തിനായിരുന്നറിയാവോ? നിന്റെ കുഞ്ഞുങ്ങൾ നന്നാകാനും, നിന്റെ കുടുംബം നന്നാകാനും, അവരെല്ലാം നന്മയായിട്ടിരിക്കാനും. നിന്റെ പ്രാർത്ഥനയെല്ലാം അവിടെ കൊണ്ട് തീർന്നു. നീ ഇങ്ങോട്ട് വരുമ്പോൾ എന്തു കൊണ്ടുവരും? നിനക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അവ കിടപ്പിൽ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ ഒന്നും നേടിയിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ചതും കരഞ്ഞതും ഒക്കെ എന്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടാണ്. എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കൊരു ട്രാക്ട് പോലും കൊടുക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന മെച്ചപ്പാട് ഉപവാസവും കരച്ചിലും പ്രാർത്ഥനയും ബിസിനസ് നോക്കണം. അങ്ങനെ ഞാൻ ഒത്തിരി കരഞ്ഞു. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ നീ എന്തു കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവിനോട് ചോദ്യം ചോദിച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായത് എന്റെ കൈ ശൂന്യമാണ്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്റെ കർത്താവിന് മുമ്പിൽ കൊടുക്കാൻ എനിക്കൊന്നുമില്ല. എന്റെ ദുഃഖം അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഭാരവും എനിക്കില്ല. എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒന്നും ഒരു ഭാരമില്ല. ഞാന് മാതാവിനോട് പറഞ്ഞു, സാരമില്ല, പക്ഷെ ഒരു വലിയ നേട്ടം ഉണ്ട്. ഒരു പക്ഷെ ആത്മാക്കളെ നേടിയില്ലായിരിക്കും, സുവിശേഷം പറയാൻ പറ്റിയില്ല, ട്രാക്ട് കൊടുത്തില്ല, ഒക്കെ ശരിയാണെങ്കിലും ഒരു കാര്യം എന്താണെന്നറിയാമോ? സത്യോപദേശത്തിലും ദൈവകൃപയിലും വിശുദ്ധിയിലും തന്നെ തന്നെ കാത്തു. അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുചെല്ലുമ്പോൾ കയ്യിലുള്ളത് തന്നെ തന്നെയാ. സ്വന്തം ജീവിതത്തെ കാത്തു. വഴിപിഴച്ചു പോകാവുന്ന 100 സന്ദർഭങ്ങളുണ്ട്. പണമുണ്ട്, ആവശ്യത്തിന് പണമുണ്ട്, സ്വത്തുണ്ട്, സമ്പത്തുണ്ട്. വഷളായി പോകരുതായിരുന്നോ? ജീവിതം വഷളായി പോകരുതായിരുന്നോ? പിന്നെ ഈ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവകൃപയിൽ വളർത്തിയില്ലേ? ആ ക്രെഡിറ്റ് കയ്യിലുണ്ട്, ഭാരപ്പെടേണ്ടെന്ന് പറഞ്ഞു. ഞാനെ പ്രാർത്ഥിച്ചു, ഞങ്ങളെ പോകുന്നു, കരയൊക്കെ ചെയ്തു.
പിറ്റേ ആഴ്ചയിൽ ആ മാതാവ് മരിച്ചപ്പോൾ എന്നെ വിളിച്ചറിയിച്ചു. ഞാൻ മരണ വീട്ടിൽ ചെന്നപ്പോൾ അല്പസമയം ശുശ്രൂഷയ്ക്ക് എനിക്ക് തന്നപ്പോൾ ഞാൻ ഇത് പറഞ്ഞാ തുടങ്ങിയത്. ഞാൻ ഇന്ന് രാത്രി ഒന്ന് ചോദിക്കുക, കയ്യിലെന്തുണ്ട്? അങ്ങോട്ട് പോകാൻ ഒരുങ്ങല്ലേ? അങ്ങോട്ട് പോകാനുള്ള തത്രപ്പാടിലല്ലേ? അതിലല്ലേ നമ്മൾ ഈ വചനം പഠിക്കുന്നതും പ്രാർത്ഥിച്ചതും അല്ലേ? രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും കഴിഞ്ഞ നാളുകളിലൊക്കെ വഴിപിഴച്ചു പോകാമായിരുന്ന അനേക സന്ദർഭങ്ങളിൽ നമ്മളെ തന്നെ കാത്തു, ഇല്ലേ? നമ്മളെ തന്നെ സൂക്ഷിച്ചു. അങ്ങോട്ട് ചെല്ലുമ്പോ എന്തുണ്ട്? കർത്താവിന്റെ മുമ്പിൽ ദാണ്ട ഞാൻ നേടിയതാണ്, അല്ലേ? 5 നേടി, നീ 5 തന്നെ, 5 കൂടെ നേടിയെന്ന് പറയാൻ എന്തുണ്ട് കയ്യിൽ? പരിശുദ്ധാത്മാവിൽ നിറച്ചില്ലേ ദൈവം? അല്ലേ? പക്ഷേ കയ്യിൽ വല്ലതും ഉണ്ടോ? അപ്പൊ ആത്മാവിൽ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്താ? സജ്ജമാകുക. യോഹന്നാൻ ആത്മാവിൽ നിറയപ്പെട്ടു. അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മാവിൽ നിറയപ്പെട്ടു. എന്താ അവൻ ചെയ്തത്? യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു യോഹന്നാനുള്ളത്. അതവൻ കൃത്യമായിട്ട് ചെയ്തു. താരാപോഹേണ്ടി വന്നിട്ടും തന്റെ ആ കമ്മിറ്റ്മെന്റ്, തന്റെ ആ സമർപ്പണത്തിലും വിശ്വാസത്തിലും ആടിയുറച്ചു ചെയ്തു. ഒരുപക്ഷെ ദേശത്ത് ഒത്തിരി ആത്മാക്കളെ കൊണ്ട് ദാനം ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും പിന്നെ വിശുദ്ധിയോടെ നിന്നെ തന്നെ സമർപ്പിക്കാനുണ്ടോ? പറ്റുമോ? അതുകൊണ്ട് ആത്മാക്കളെ നേടണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ആത്മാക്കളെ നേടൂ. ദൈവം തരുന്ന സന്ദർഭങ്ങളൊക്കെ മറ്റുള്ളവരോട് സുവിശേഷം പറയൂ, മറ്റുള്ളവരുടെ ദൈവവചനം പങ്കുവയ്ക്കൂ. അതെല്ലാം ആവശ്യമാണ്. പക്ഷേ അതിനേക്കാൾ എല്ലാം ഉപരി അനേകരെ ഞാൻ നേടിയിട്ട് ഞാൻ ചെന്നില്ലല്ലോ. അപ്പൊ ഏറ്റവും പ്രധാനം ഏതാ? ഞാൻ അവിടെ ചെല്ലുക. ആർ യു ഷുവർ യു വിൽ ബി ദേർ? കാഹളം ധ്വനിക്കുന്ന സമയത്ത് ഞാൻ പറന്നുയരുമെന്ന് ഉള്ള ഉറപ്പ് ഇന്ന് രാത്രി പ്രാപിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒന്ന് ശോധന ചെയ്യണേ, ആ ഉറപ്പില്ലാതിരിക്കാൻ എന്താണ് കാരണം? ആ കാരണങ്ങൾ പരിഹരിക്കണം. നമ്മുടെ മനസ്സിൽ ആ ഉറപ്പ് തരാതെ നമ്മളെ ഭാരപ്പെടുത്തുന്നത്, ഭയപ്പെടുത്തുന്ന വിഷയം എന്താണോ അത് ജീവിതത്തിൽ എടുത്തു മാറ്റണം. 100% ഉറപ്പ് പ്രാപിക്കണം. To be filled means to be equipped. നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സജ്ജമാവുക. എന്തിനു വേണ്ടി സജ്ജമാകുക? ഫോർ എ ഗ്രേറ്റ് മിനിസ്ട്രി. ഒരു വലിയ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുക. യോഹന്നാനെ ഏൽപ്പിച്ചത് കർത്താവിന് വഴിയൊരുക്കാനായിരുന്നു. നമ്മളെ ഏൽപ്പിച്ചതോ കർത്താവിനല്ല, കർത്താവിന്റെ വഴിയൊരുക്കാനാണ്, അല്ലേ? കർത്താവിന്റെ വഴിയൊരുക്കാൻ. നമ്മുടെ ഇടപെടൽ, നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ സഹവിശ്വാസികള്, നമ്മുടെ കുടുംബത്തിലുള്ളവർ ഒന്നുകൂടെ ദൈവസഭയിൽ സമർപ്പിക്കുന്നവരാകാം. അവരെ വിശ്വാസത്തിൽ നിന്നും പറിച്ചു കളയുന്ന, ഉലച്ചു കളയുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്നും വരരുത്. ഇന്ന് പലരുമായിട്ട് 10 മിനിറ്റ് നമ്മൾ സംസാരിച്ചിരുന്ന നമ്മുടെയും കൂടെ വിശ്വാസം ഉള്ളത് തകർന്നു പോകും. കാരണം വിമർശനങ്ങളെ പറയുന്ന മുഴുവൻ വിമർശനങ്ങളാണ്. നിങ്ങൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയേ. എനിക്ക് ഇന്നലെ ഞാൻ ഒരാളോട് പറഞ്ഞു എത്ര ബാലിശമായ കാര്യങ്ങളാണെന്നറിയോ ഇന്ന് കൊടുമ്പിരിക്കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വാട്സാപ്പും ഫേസ്ബുക്കും അല്ലെ യൂട്യൂബും ഒക്കെ നിങ്ങൾ നോക്കിക്കേ. മറ്റുള്ളവരുടെ കുറ്റം, അല്ലെ? അവരുടെ അനാത്മീയത, അവര് ശരിയല്ല, അവരെ കുറിച്ചുള്ള വിമർശനം, ഇല്ലേ? അതുകൊണ്ട് എന്താ നമ്മൾ നേടിയത്? കൊച്ചു കാര്യങ്ങൾക്ക് പോലും ആളുകളെ വിമർശിക്കുന്ന രീതി. എന്ത് നേടി അതുകൊണ്ട്?
മറ്റുള്ളവരുടെ വിശ്വാസം കൂടെ നാം തകർത്തു എന്നല്ലാതെ എന്താ നമ്മളത് കൊണ്ട് നേടിയത്? സത്യത്തിൽ മറ്റുള്ളവരെ കൂടെ നമ്മൾ തകർത്തു കളയുകയായിരുന്നു വിശ്വാസത്തിൽ, അല്ലേ? അതുകൊണ്ട് ദയവ് ചെയ്ത് പാസ്റ്റർ മ്യൂട്ടായി പോയി. പാസ്റ്റർ സാറേ കേൾക്കത്തില്ല. ഓക്കെ 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 ഇപ്പൊ കേൾക്കാമല്ലോ. ഓക്കെ ഞാനെ അറിയാതെ റിമോട്ടെ കൈ തട്ടിപ്പോയി. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആത്മാവിൽ നിറയപ്പെട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മളെ ഈ വലിയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും നടക്കാത്തതേ ഇല്ലേ? നമ്മളെ അങ്ങ് വടക്കേന്ത്യ ചെന്ന് ഞാൻ കർത്താവിന്റെ വേല ചെയ്യുമായിരുന്നു, ഇന്നുവരെ പോകാനൊത്തിട്ടില്ല, അത് വേറെ കാര്യം അല്ലേ? ഇതുവരെ പോയിട്ടില്ല, പോകാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് കർത്താവിന്റെ വേല ഇപ്പോഴും നമുക്കൊരു വിദൂര സ്വപ്നമായിട്ട് നിൽക്കുക, അല്ലേ? ഒരു വലിയ സഭ എനിക്ക് തരികയായിരുന്നെങ്കിൽ ഞാൻ കർത്താവിന്റെ വേല ചെയ്തേനെ. എന്നെ അതിന്റെ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കുകയായിരുന്നെങ്കിൽ ഞാൻ കർത്താവിന്റെ വേല ചെയ്തേനെ. സഹോദരിമാരുടെ സെക്രട്ടറി ആയിട്ട് എന്നെ തെരഞ്ഞെടുക്കുകയായിരുന്നെങ്കിൽ ഞാൻ കർത്തൃ ശുശ്രൂഷ ചെയ്ത്. നീ ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥയിൽ ചെയ്യുന്നുണ്ടോ? എന്നതാ ചെയ്യുന്നത്. ഈ ആയിരിക്കുന്ന അവസ്ഥയിലേ അതല്ലേ കർത്താവ് പറഞ്ഞത്, അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ അധികത്തിൽ വിചാരകനാക്കും, അധികത്തിൽ വിചാരകനാക്കും. അല്പ നമ്മളെ ഏൽപ്പിച്ച സ്ഥാനത്തു നിന്ന് ചിലത് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ചിലരെ ഞാൻ ഒത്തിരി പേരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ശുശ്രൂഷയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എനിക്ക് ദൈവകൃപയാൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് 34 വർഷമായി കർത്തൃ ശുശ്രൂഷയിലാണ്. അന്ന് തൊട്ട് പ്രമുഖമായ പല സ്കൂളുകളിലും പഠിപ്പിച്ചു. ഇപ്പോ 2 വർഷമായിട്ട് പോകാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നു. പഠിപ്പിച്ച അനേക സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങള് ഇന്ന് ശുശ്രൂഷയിൽ പലയിടങ്ങളിലുണ്ട്. IPC തന്നെ ഒത്തിരി പാഷന്മാരുണ്ട്, ലോകം മൊത്തമുണ്ട്, എന്റെ വിദ്യാർത്ഥികളുണ്ട്. ഒത്തിരി പേരെ ഞാൻ പ്രോത്സാഹിപ്പിച്ച്, ചിലരെ നമ്മളെ അവരുടെ ചില വാക്കുകൾ കാണുമ്പോൾ, ചിലപ്പോൾ എഴുതുന്ന ഒരു ലേഖനം കാണുമ്പോൾ ഒക്കെ പ്രോത്സാഹിപ്പിക്കും, അവരെ പ്രോത്സാഹിപ്പിക്കും. തകർത്ത് കളയുകയല്ല. എഴുതാൻ നല്ല കഴിവുള്ളവർ, ഭാഷാജ്ഞാനമുള്ളവർ, ഗ്രാമർ തെറ്റാതെ നന്നായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ ഒരു സാക്ഷ്യം എഴുതുക, മറ്റൊന്നും വേണ്ട, നിങ്ങളുടെ ഒരു സാക്ഷ്യം എഴുതുക. ഞാൻ എങ്ങനെ ഈ അവസ്ഥയിലെത്തി? നമുക്കെല്ലാം ഓരോ കാരണങ്ങളുണ്ടല്ലോ, അല്ലേ? ഒരുപക്ഷെ അത് രോഗം നിമിത്തമാകാം, കടഭാരം നിമിത്തമാകാം, അല്ലെ, നിരാശ നിമിത്തമാകാം. ഒക്കെ നമ്മൾ കർത്താവിനെ കാണാൻ ഒരു കാരണമില്ലേ? ഞാൻ എങ്ങനെ കർത്താവിനെ കണ്ടെന്നും അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും ഭംഗിയായിട്ടൊന്ന് എഴുതിക്കൂടെ? ഭംഗിയായിട്ടൊന്ന് എഴുതിക്കൂടെ? എന്നിട്ട് മലയാളം ഭാഷ നന്നായിട്ട് അറിയാവുന്ന ആരുടെയെങ്കിലും കൈ കൊടുത്ത് അതിന്റെ ഗ്രാമറും ഒക്കെ ഒന്ന് തിരുത്തി, ആ കൺസ്ട്രക്ഷനും സൈൻഡാക്സും ഒക്കെ ഒന്ന് നോക്കിച്ച് തെറ്റില്ലാതെ അതൊന്ന് പ്രിന്റ് ചെയ്തെടുത്തൂലേ? ഒരു 2000 കോപ്പിയോ ഒരു 3000 കോപ്പിയോ പ്രിന്റ് ചെയ്ത് ഇറക്കി. വേണ്ടെന്നേ, നമ്മുടെ ബാഗിൽ ഇരുന്നാൽ പോരെ. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആരുടെയെങ്കിലും എൻ്റെ ഒരു ജീവിത അനുഭവങ്ങളാണേ ഒന്ന് വായിച്ചു നോക്കണേ. എന്റെ കാര്യമാണ്, വേറെ ആരുടെയും അല്ല. നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയൊന്നും വെക്കണ്ടെന്നേ. ഒരു നല്ല ചിത്രമൊക്കെ വരപ്പിച്ച് ഇന്ന് കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ കമ്പ്യൂട്ടർ മേഖലയിലുണ്ടല്ലോ, നന്നായിട്ട് ഡിസൈൻ ചെയ്യണം കേട്ടോ. ഈ ചപ്പുചവറ് പോലെ ചെയ്യരുത്. കച്ചി പേപ്പറിനകത്ത് ഒരു ആകർഷണീയവും ഇല്ലാതെ ഒരു ട്രാക്ട് അടിച്ചാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ?
നമ്മൾ ആരുടെയും കൊടുക്കുകയാണെങ്കിൽ അവരത് കൈ തുടച്ച് ചുരുട്ടിക്കൂട്ടി അവിടെ ഇട്ടു. അതേസമയം ഇച്ചിരി പൈസ മുടക്കി ഓഫ്സെറ്റ് പ്രസിൽ നല്ലൊരു ഡിസൈനും ഒക്കെ കൊടുത്ത നല്ല കണ്ട ആകർഷണീയമായ ഒരു ചിത്രം, നല്ല എണ്ണ പേപ്പറിൽ, ഓയിൽ പേപ്പറിൽ നല്ലൊരു ട്രാക്ട് അയച്ച് ഇത് നമ്മുടെ ഒരാളുടെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് കളയാൻ തോന്നരുത് അവർക്ക്. ട്രാക്ട് അടിച്ച് അങ്ങനെ അടിക്കണം. ഞാൻ പല ട്രാക്ടുകൾ ചെയ്തിട്ടുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ. പലരും ആവശ്യപ്പെട്ട് ഞാൻ ട്രാക്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്വന്തം ട്രാക്ടുകൾ ഇറക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ ആളുകളെ വെച്ച് ഡിസൈൻ ചെയ്യിപ്പിച്ച് നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള, എന്താണ് എത്ര പൈസ, വലിയ കൂടുതലൊന്നും ഇല്ലെന്ന്. എന്നിട്ട് എന്റെ അനുഭവം നമ്മൾ എഴുതി 2-3 വാക്യങ്ങൾ ചേർത്ത്, ദൈവജനം വചനം വേണം കേട്ടോ, രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചും വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെ കുറിച്ചും ഒക്കെ വേദപുസ്തകത്തിൽ വാക്യങ്ങളില്ലാതെ സാക്ഷ്യം എഴുതരുത് കേട്ടോ. കാരണം നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിലും ജീവനില്ല. ജീവനുള്ളത് ദൈവത്തിന്റെ വചനത്തിനേ ഉള്ളൂ. അതുകൊണ്ട് ഈ വചനം എഴുതണം, വചനത്തിന്റെ വാക്യങ്ങൾ എഴുതണം. നിങ്ങളങ്ങ് എഴുതിയിട്ടാൽ മതി. നിങ്ങളങ്ങ് ചോദിക്ക് ഇതിങ്ങനെ എഴുതിയാൽ ഫലിക്കുമോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കും. ഫലിക്കും. കാരണം എന്താണെന്നറിയാമോ? ദൈവ വചനം ജീവനുള്ളതാണ്. ജീവനുള്ളത് നമ്മളൊന്നും ചെയ്യേണ്ട, അത് സ്വയം ചെയ്തോളും. ഇല്ലേ? ജീവനുണ്ടെങ്കിലേ നമ്മൾ സിംഹത്തെ കെട്ടിയിട്ട് ആഹാരം കൊണ്ടു കൊടുക്കേണ്ട കാര്യമില്ല. സിംഹത്തെ അഴിച്ചു വിട്ടാൽ മതി. അതിന് വേണ്ട ആഹാരം അത് ചെന്ന് തേടിക്കൊണ്ടുവരും. അതുപോലെ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനത്തിന് ജീവനുള്ളത് കൊണ്ട് അതിന് വേണ്ടതിനെയൊക്കെ അത് പിടിച്ചോണ്ട് വന്നോളൂ. നമ്മുടെ ഈ അനുഭവങ്ങൾ ഒന്ന് എഴുതി, ഒത്തിരി നീളാതെ ഒരു 2 പേപ്പറിനകത്ത് ഒതുങ്ങണം. നമ്മൾ എങ്ങനെയായിരുന്നു വിശ്വാസത്തിലേക്ക് വന്നത്, നമ്മുടെ മുമ്പത്തെ അനുഭവം എന്തായിരുന്നു, എങ്ങനെയാണ് യേശുവിനെ ഞാൻ കണ്ടുമുട്ടിയത്, ആ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്താണ്, ഇത് എഴുതിയിട്ട് നിങ്ങൾക്കും ഇങ്ങനെയാകാം എന്ന് പറഞ്ഞ് വേദപുസ്തകത്തിൽ രക്ഷയെക്കുറിച്ചൊക്കെ 2 വാക്യങ്ങളൊക്കെ എഴുതി നല്ല മേനിക്കടലാസിൽ ഓഫ്സെറ്റ് പ്രസിൽ അടുപ്പിച്ചിട്ട് വേറെ ആരുടെയും കൊടുക്കണ്ട, നിന്റെ ബാഗിൽ എങ്ങോട്ടേലും ഇറങ്ങുമ്പോൾ ഒരു 10 എണ്ണം എടുത്തു വെക്കുക. വേണ്ടെന്നേ 4-5 വർഷം കൊണ്ട് തീർത്താൽ മതിയെന്ന്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇറക്കി വഴിയിലെല്ലാം കൊണ്ട് സിനിമയുടെ നോട്ടീസ് എടുത്ത പോലെ ഇട്ടേച്ച് പോരാനല്ലേ ഈ പറഞ്ഞത്. പല ബസ്സേ വെച്ച് കാണുകയും വഴി വെച്ച് പരിചയപ്പെടുകയും ആശുപത്രിയിലേക്ക് കാണുകയൊക്കെ ചെയ്യുന്നവര് പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് വായിക്കണേ, ഇതെന്റെ ജീവിതാനുഭവങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. മനസ്സിലായോ? പ്രതിഫലം കിട്ടുമോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന എത്ര കാര്യങ്ങളുണ്ട്. എന്താ നമ്മൾ ചെയ്യാത്തത്? നമ്മളെ ഒരുപക്ഷെ സുവിശേഷം പറയാൻ പോകാൻ അങ്ങ് ദൂരേക്കും വടക്കേ ഇന്ത്യയിലും ലഡാക്കിലും ഒന്നും പോകാൻ നമുക്ക് പറ്റുകയല്ല. രാജസ്ഥാനിലും ബീഹാറിലും ഒന്നും പോയി സുവിശേഷം പറയാൻ നമുക്ക് പറ്റുന്നില്ലേ? വേണ്ട. തൊട്ട അയൽവക്കത്ത് ആവശ്യക്കാരില്ലേ? തൊട്ട അയൽവക്കത്ത് രോഗികളില്ലേ? നിങ്ങൾക്കറിയാമോ, ഓരോ വീട്ടിൽ നമ്മൾ ഓരോ വ്യക്തികളുമായിട്ട് സംസാരിക്കണം. എന്തു ദുഃഖങ്ങളിലും വേദനകളിലുമാണ്. നമ്മൾ പുറമേ നോക്കുമ്പോൾ സമ്പത്തുണ്ട്, വസ്തുവുണ്ട്, വീടുണ്ട്, വലിയ കാറുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും അടുത്ത് സംസാരിക്കുമ്പോഴറിയാം അവരുടെ ഹൃദയത്തിന്റെ നോവുകൾ. ഇന്ന് കേൾക്കാൻ ആളില്ല, അത് കേൾക്കാൻ ആളില്ല. പറയാൻ ഒത്തിരിയുണ്ട്, പക്ഷെ കേൾക്കാൻ ആളില്ല. നിങ്ങൾ അടുത്ത വീട്ടിലേക്കൊന്ന് ചെന്ന് നോക്കിക്കേ, ഒരല്പസമയം ഒരു സൗഹൃദ സംഭാഷണത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെന്നേ, അവരുടെ വേദനകൾ പറയാനുള്ളത്. പെട്ടെന്ന് പറഞ്ഞെന്ന് വരികയില്ല. നമ്മളൊരു അടുപ്പം സ്ഥാപിച്ചു കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും വേദനകളെ കുറിച്ചും പറയാൻ തുടങ്ങും. അപ്പോ നിങ്ങളുടെ അനുഭവം പറയരുതോ? കർത്താവിനെ കുറിച്ച് പറയരുതോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അല്പസമയം ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കരുതോ? അടുത്ത ദിവസം വീട്ടിലേക്ക് വരാൻ നമുക്കിരുന്ന് അല്പസമയം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ വരുമ്പോൾ സ്നേഹത്തോടെ വിളിച്ചിരുത്തി അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ കണ്ണീര് പൊഴിക്കുന്നെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥതയോടെയാണ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് അവഗണിക്കുകയില്ല. നിങ്ങൾക്കറിയാമോ, 10,000 കണക്കിന് വിശ്വാസികൾ ഉണ്ടായിരുന്ന പോൾ യോങ്കിച്ചോവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ?
കൊറിയയിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായിരുന്ന പോൾ യോങ്കിച്ചോ, ഇന്നത്തെ അദ്ദേഹം ഡേവിഡ് യോങ്കിച്ചോ എന്നായി പേര്, ആയിക്കോട്ടെ. ഇനി എന്തെല്ലാം കുറ്റങ്ങൾ പറഞ്ഞാലും അദ്ദേഹം ഒരു ദൈവദാസനായിരുന്നല്ലോ, അനേകരെ കർത്താവിലേക്ക് അനയിച്ചവനല്ലേ ഡോക്ടർ പോൾ യോങ്കിച്ചോ. നിങ്ങൾക്കറിയാമോ, ആ വലിയ മനുഷ്യൻ 10,000-കണക്കിന് ആത്മാക്കളെ നേടിയ ആ വലിയ ദൈവദാസനെ രക്ഷിക്കപ്പെടുത്തിയത് ഒരു വീട്ടുവേലക്കാരുത്തി പെണ്ണ. നിങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടല്ലോ. ഇദ്ദേഹം പാർക്കുന്ന ഒരു കൊച്ചുമുറിയിൽ TV വന്ന് മരണത്തോടടുത്ത് കിടക്കുന്ന ഈ മനുഷ്യൻ അവിടെ കിടക്കുമ്പോൾ തൊട്ടയൽവക്കത്ത് ഒരു റിച്ച് ഫാമിലി, ഒരു സമ്പന്ന കുടുംബത്തിൽ വീട്ടുപണിക്ക് വന്നൊരു വീട്ടുവേലക്കാരി ആ കുട്ടി. യൗവനത്തിലേക്ക് കടന്നിട്ടില്ല അവൾ, കൗമാര കാലഘട്ടത്തിലാണ്, കൗമാരത്തിലൂടെ കടന്നു പോകുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അദ്ദേഹം അവളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവളുടെ പേര് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന്. കാരണം വീട്ടുവേലക്കാരുടെ പേര് നമ്മളങ്ങനെ ചോദിക്കുകയല്ലോ, അല്ലേ? നമ്മൾ അവഗണിക്കുന്ന ഒത്തിരി ആളുകളില്ലേ? വീട്ടിൽ പണിക്ക് വരുന്നവരുടെ പേര് എപ്പോഴും സഹോദരിമാരെ ഓർത്തിരിക്കും, ഞങ്ങളൊന്നും ഓർക്കാൻ വഴിയില്ല. വളരെ വിരളമായിട്ടൊക്കെ വീട്ടിൽ പത്രം ഇടാൻ വരുന്നവരും പാല് തരാൻ വരുന്നവരുടെ ഒക്കെ പേര് നമുക്കറിയാവും. നമ്മൾ പത്രക്കാരനും പാലുകാരനോ പറയുള്ളൂ, അല്ലേ? നമ്മൾ അവരുടെ പേര് ചോദിക്കുകയല്ല. ഇങ്ങനൊരു പെൺകുട്ടി അയൽവക്കത്ത് പാർത്തിരുന്നു, അവരുടെ ഒരു സമ്പന്ന വീട്ടിൽ അവരുടെ പാത്രം മിഴക്കിയും വീടടിച്ചു വാരിയും ഒക്കെ ഒരു പെൺകുട്ടി. അവൾ അവിടെ കിടന്നുകൊണ്ട് അറിഞ്ഞു തൊട്ടടുത്ത് ഒരു മനുഷ്യൻ മരണത്തോട് മല്ലിട്ട് TV വന്നു കൂടുതലായിട്ടിരിക്കുക. TV ആണേ. ആളുകൾ അടുക്കാൻ പഠിക്കുമ്പോൾ ഈ പെൺകുഞ്ഞ് ഒരു ദിവസം അവിടെ കയറി ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സർ ഇങ്ങേക്ക് വയ്യല്ലോ, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഒന്നാമത് രോഗിയും കൂടി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലോകത്തോട് മുഴുവൻ വെറുപ്പായിട്ടിരുന്നപ്പോൾ അയാൾ നിഷ്കരണം പറഞ്ഞു, നീ പ്രാർത്ഥിക്കണ്ട, പൂക്കളം പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, നീ സ്ഥലം കളിയാക്കിയാൽ മതി, ഇങ്ങോട്ട് വരികയും വേണ്ടത്. പക്ഷെ പിറ്റേന്നും ആ കുട്ടി ചെന്നു, സർ എങ്ങനെയുണ്ട്, ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ടോ? ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി തരട്ടെ, ഞാൻ ശരീരം ഒന്ന് തുടച്ചു തരട്ടെ. എന്നിട്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞു, സർ യേശുവിനെ അങ്ങനെ സൗഖ്യമാക്കാൻ കഴിയും, ഞാൻ പ്രാർത്ഥിക്കട്ടെ. അന്നും പറഞ്ഞു, വേണ്ട, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞാൻ ചത്തോട്ടെ. ആർക്ക് പോയി, ആർക്കാന്നുടെ നഷ്ടം, ഞാൻ മരിച്ചാൽ ആർക്ക് നഷ്ടം, അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പെൺകുട്ടിയെ നിഷ്കരണം പറഞ്ഞയച്ചു. പക്ഷെ മൂന്നാമത്തെ ദിവസവും ആ കുട്ടി വന്നു. ആ കുട്ടി വന്നപ്പോൾ അവൾ വീണ്ടും ചോദിച്ചു, സാർ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ, വേറെ ഒന്നും വേണ്ട, എനിക്കൊരു 10 മിനിറ്റ് സാർ എനിക്ക് തരുമോ? ശല്യം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു, ഏതൊരു കാണിച്ചത് പോകാൻ പറഞ്ഞു. ആ കുട്ടി ഉടനെ തലയിൽ മുണ്ടിട്ട് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ നോക്കി നിൽക്കുമ്പോൾ അവളുടെ കണ്ണിൽ കൂടെ കണ്ണുനീരൊഴുകുന്നത് കണ്ടു. അത് അദ്ദേഹത്തെ ടച്ച് ചെയ്തു. എനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത, പേര് പോലും അറിയാത്ത ഈ പെൺകുട്ടി എന്തിനാണ് എന്നെ കുറിച്ച് ഇത്ര വേവലാതിയോടെ ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കുന്നത്? അപ്പൊ ഇവൾ പറയുന്നതിനകത്ത് ആത്മാർത്ഥതയില്ലേ? അത് അദ്ദേഹത്തെ ചിന്താധീരനാക്കി. ഈ കുട്ടി പ്രാർത്ഥിച്ചിട്ട് പോയി, പക്ഷെ അത് അദ്ദേഹത്തിന് ഒരു മാറ്റം ഹൃദയത്തിൽ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഇവൾ പറഞ്ഞ യേശു ആത്മാർത്ഥതയുള്ളവനായിരിക്കുമല്ലോ. ആ യേശുവിനെ സ്വീകരിച്ചാൽ എനിക്കും വ്യത്യാസം വരുമല്ലോ. നിങ്ങൾക്കറിയാമോ, ആ മനുഷ്യൻ പോൾ യോങ്കിച്ചോ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്ന അങ്ങനെയാണ്. പക്ഷെ ആ പെൺകുട്ടിയുടെ പേര് പോലും അറിയത്തില്ല അദ്ദേഹത്തിന്. ആ ദൈവദാസനെ പിന്നത്തേതിൽ ദൈവം ശക്തമായിട്ട് കൊറിയയിൽ ഈ 20-ാം നൂറ്റാണ്ടിൽ, കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഇവിടെയൊക്കെ വന്നതല്ലേ അദ്ദേഹം. നിങ്ങൾ പലരും അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടായിരിക്കാം, ശുശ്രൂഷകൾ കണ്ടിട്ടുണ്ടായിരിക്കാം. 10,000-ങ്ങളെ ദൈവത്തിങ്കിലേക്ക് ആനയിച്ച ആ വലിയ മനുഷ്യനെ രക്ഷിക്കപ്പെടുത്തിയത് പേര് പോലും അറിയാത്ത ഒരു വേലക്കാരിപ്പൻ കൊച്ചായിരുന്നേ. ഒരു വേലക്കാരി കുട്ടിയെ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു, യോങ്കിച്ചോ നേടിയിരിക്കുന്ന ഓരോ ആത്മാക്കളുടെ പ്രതിഫലം കിട്ടുമ്പോഴും അതിൽ ഒരു പങ്ക് ഈ കുട്ടിക്കായിരിക്കും. നിത്യതയിലെ പ്രതിഫലം വിഭാഗിക്കുമ്പോഴേ
യോങ്കിച്ചോ നേടിയ ആത്മാക്കളുടെ ഓരോ പങ്കും ഈ പെൺകുഞ്ഞിന് കിട്ടും. യോങ്കിച്ചോ ആകണ്ട നമുക്ക്, ഹെലൻ കെല്ലർ ആകാൻ നമുക്ക് പറ്റുകയില്ല, മദർ തെരേസയാകാൻ നമുക്ക് പറ്റുകയില്ല ഒരു പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പേരില്ലാത്തൊരു കുട്ടി. അരാൻ രാജാവിനെ എലീശ പ്രവാചകന്റെ അടുത്തിലേക്ക് കൊണ്ടുപോയി ആ പെൺകുട്ടിയെ പോലെ നമുക്ക് ചിലതൊക്കെ ചെറുതായിട്ട് ചെയ്യാൻ പറ്റുകയില്ലേ? Are you filled with the Holy? പരിശുദ്ധാത്മാവിൽ നീ നിറയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനൊരു വാഞ്ച ഉണ്ടാകും, ഹൃദയത്തിലൊരു വാഞ്ച ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യോഹന്നാൻ സ്നാപകൻ അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ ആത്മാവിൽ നിറയപ്പെട്ടു. നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി സജ്ജമാകുക. വാട്ട് ഈസ് യുവർ മിനിസ്ട്രി? ഇന്ന് രാത്രി വ്യക്തമായ ബോധ്യത്തിലെത്തണം. എന്താണ് നിന്റെ മിനിസ്ട്രി? ദൈവം നിന്നെ ഏൽപ്പിച്ചത് എന്താണ്? എന്തിനു വേണ്ടിയാണ് നിന്നെ വിളിച്ചത്? വാട്ട് യു ആർ കോൾഡ് ഫോർ? എന്തിനാണ് എന്നെ വിളിച്ചത്? രാത്രി ബോധ്യപ്പെട്ടോണം കേട്ടോ, ബോധ്യപ്പെട്ടോണം. 2, to be filled means to be equipped. രണ്ടാമത്തെ പോയിന്റ്, വാക്യം അടുത്തത് വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 9:17. അപ്പോസ്തല പ്രവൃത്തി 9:17 പൗലോസിന്റെ ചരിത്രമാണ്. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മാ പൂർണ്ണൻ, പൂർണ്ണത, നിറവ്. സംഭവം അറിയാമല്ലോ, ശൗലിന്റെ ചരിത്രം. ശൗല് സഭയെ മുടിക്കുക, പുരോഹിതന്മാരുടെ കയ്യിൽ നിന്നും അധികാരപത്രം മേടിച്ച് യെരൂശലേമിലെല്ലാമുള്ള സഭകളിൽ ചെന്ന് വിശ്വാസികളെ പിടിച്ചുകെട്ടി ഉപദ്രവിക്കുന്ന ശൗല് കുതിരപ്പുറത്ത് പാഞ്ഞു പോകുമ്പോൾ ഒരു വലിയ വെളിച്ചം കണ്ട് ഭയന്ന് നിലത്തു വീണു. അവിടെ വെച്ചവൻ ഒരു ശബ്ദം കേട്ടു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. തിരിച്ചു ചോദിച്ചു, ആര് കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശുവാണ് പറഞ്ഞു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കണ്ണിന് കാഴ്ചയില്ല. അവൻ നേരെ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. 9:10 മുതൽ അവനെ കർത്താവ് ദർശനത്തിൽ അനന്യാസ എന്ന് വിളിച്ചു. അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവിനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അതിന്റെ തുടർച്ചയാണ് നമ്മൾ വായിച്ചത്. 17-ാമത്തെ വാക്യത്തിൽ അനന്യാസ് വന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു അവന്റെ മേൽ കൈവച്ചു. 17-ാം വാക്യം, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നിന്നെ വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. യു ആർ ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. എന്തിനാണ് ദൈവം ഒരു മനുഷ്യനെ ആത്മാവിൽ നിറയ്ക്കുന്നത്? അതാ പറഞ്ഞത്, ടു എ ഗ്രേറ്റ് മിനിസ്ട്രി, ഒരു വലിയ ശുശ്രൂഷ ചെയ്യിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് ആത്മാവിൽ ഒരു വ്യക്തിയെ നിറയ്ക്കുന്നത്. എങ്കിലും മറുഭാഷ പറഞ്ഞ് തുള്ളാനല്ലെന്നൊന്ന് മനസ്സിലാക്കിക്കേ. എന്നെ തുള്ളിക്കാനാണോ ആത്മാവ് വന്നത്? എന്നെ ആത്മാവിൽ നിറച്ചത് ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. അനേക ജാതികളുടെ ഇടയിലേക്ക് ഞാൻ എന്നെ അയക്കുന്ന ഒരു പാത്രമാക്കി മാറ്റിയിരിക്കുക എന്നാ പറഞ്ഞത്. അതിനുവേണ്ടി
ഒരു വ്യക്തിയുടെ പ്രാർത്ഥന നിമിത്തം അവൻ ആത്മനിറവിന്റെ അനുഭവത്തിലേക്ക് വന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരുപക്ഷെ യോങ്കിച്ചോ ആകാൻ നമുക്ക് പറ്റിയില്ലെന്ന് വരും. പക്ഷെ യോങ്കിച്ചോയെ ക്രിസ്തുവിലേക്ക് നയിച്ച പേരറിയാത്ത ആ പെൺകുട്ടിയാകാൻ നമുക്ക് പറ്റുമല്ലോ. പറ്റിയല്ലേ? അങ്ങനെ ഒരു ശുശ്രൂഷയുണ്ട്. ഈ പലരും, അതാ ഞാൻ പറഞ്ഞ, എല്ലാവർക്കും പ്രസിഡന്റ് ആകണം, എല്ലാവർക്കും സെക്രട്ടറി ആകണം, എല്ലാവർക്കും കൺവെൻഷൻ സ്റ്റേജ് നിൽക്കണം. ഇല്ല, ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതിനായിട്ട് ശ്രമിക്കരുത്. എന്നാൽ അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ അധികത്തിൽ ദൈവം വിചാരകനാക്കും. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തവണ്ണം കർത്താവിന്റെ വേല കൊച്ചു കൊച്ചു കാര്യങ്ങളെ ഉള്ളെങ്കിൽ അതിലൊന്ന് ചെയ്തു കൊടുക്കാൻ, ഒരു ട്രാക്ട് കൊടുക്കാൻ, അതിന് പ്രത്യേകം നമ്മൾ പരിശീലനം വേണോ? നല്ലൊരു ട്രാക്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്വന്തം ജീവിതാനുഭവങ്ങൾ ചുരുക്കി എഴുതി നല്ല ഭാഷയിൽ, വായിക്കാൻ കൊള്ളുന്ന ഭാഷയിൽ മലയാളത്തിൽ നന്നായിട്ട് എഴുതി, അതെ, ഓഫ്സെറ്റ് പ്രിന്റ് കേട്ടോ, കച്ചി പേപ്പറിനകത്ത് ചുമ്മാറ് പ്രിന്റ് ചെയ്തെടുക്കരുത്. ഒരു 8-10 രൂപ കൊടുക്കാമെങ്കിലേ, 5-10 രൂപ കൊടുക്കാമെങ്കിൽ നല്ല മേനിക്കടലാസിൽ ഓഫ്സെറ്റ് കളർ, ഇത് കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ കളയാൻ തോന്നരുത്. ഈ പേപ്പർ ചുമ്മാ ചുരുട്ടിക്കൂട്ടാൻ തോന്നരുത്. നല്ല ട്രാക്ട് ആണെങ്കിലുണ്ടല്ലോ, എനിക്കത് നിർബന്ധമായിരുന്നു. ഞാൻ അതുകൊണ്ട് അങ്ങനെ കുറെ ട്രാക്റ്റുകൾ ഇറക്കി. അതിന്റെ കാര്യം അറിയോ, നമ്മളിവിടെ പെരിക്കോസുകാർ ചുമ്മാതെ ഈ ഇവിടുത്തെ ചില ട്രാക്ട് സൊസൈറ്റിക്കാരുണ്ട്, വെറും കച്ചി പേപ്പറിൽ പ്രിന്റ്, വെറും ന്യൂസ് പ്രിന്റ് പേപ്പറിനകത്ത് കണ്ട ഒരാകർഷണവുമല്ല, വായിക്കാൻ ഒരു രസവും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ എഴുതി ആളുകൾ കൊണ്ടുകൊടുക്കും. മേലിശ്വരയിൽ ഇരിക്കുന്നവർക്ക് കൊണ്ട് 10 പേർക്ക് കൊടുക്കും. ആ 10 പേര് അത് ചുരുട്ടി അവിടെ തന്നെ ഇട്ടിട്ട് ബസ്സേ കയറി. ആരും അത് കൊണ്ടുപോകുകയില്ല. ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചു. എനിക്ക് അതിൽ കൂടെ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ച കാര്യം എന്താണെന്നറിയാമോ? ഈ സാധനം കണ്ടാൽ അത് കളയാതിരിക്കാൻ തോന്നണമെങ്കിൽ ഏറ്റവും ഭംഗിയുള്ള പേപ്പറിൽ നല്ലൊരു ചിത്രം, നല്ലൊരു പിക്ചർ, ആദ്യം നല്ല പിക്ചറൈസേഷൻ, ഫ്രണ്ട് പേജ്, നല്ലൊരു പിക്ചർ, അത് രസമുള്ളൊരു പിക്ചർ അയക്കാം. നല്ല രസം, നല്ല കളർ, മൾട്ടി കളറിൽ ഒരു കൊച്ചു ഹെഡിങ്ങും, വലിയ ഹെഡിങ്ങും ആകുന്ന ഒരു കൊച്ചു ഹെഡിങ്ങും ഒക്കെ, ഒരു നല്ല ചിത്രം. എന്നിട്ട് അകത്ത് 3 പേജ് മതി തന്നെ, 3 പേജ്, ബാക്കി 1 പേജ് കളർ ഇടയ്ക്ക്. ഇത്രയൊരു ട്രാക്ട് നമ്മുടെ ഒരാളെ കൊടുത്തു, അത് കളയുകയല്ല. ആ പേപ്പറും ആ പടവും ഒക്കെ കണ്ടുകൊണ്ട് മടക്കി പോക്കറ്റിലിടും. അവൻ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്തറിയാം? പോക്കറ്റിൽ നിന്നെടുത്ത് ടീപ്പോയുടെ പുറത്തിടും. കാണാൻ രസമല്ലേ? കുഞ്ഞുങ്ങളാണെങ്കിലും എടുത്തൊന്ന് നോക്കും അത്, ഇല്ലെങ്കിൽ ആരെങ്കിലും അത് വായിക്കും. പ്രാക്ടിക്കൽ വായിക്കാത്തത് എന്താണെന്നറിയാമോ? അതിന്റെ തന്ത്രം പോലും നമുക്ക് അറിഞ്ഞുകൂടാന്നുള്ളത് കൊണ്ടാണ്. നല്ല പേപ്പറും നല്ല പ്രിന്റിങ്ങും നല്ല പിക്ചറൈസേഷനും ഒക്കെ ആണെങ്കിൽ ആളുകൾ അത് കളയുകയില്ല. ഇല്ലെങ്കിൽ ചുരുട്ടിക്കൂട്ടാതെ വെയിറ്റ് ഷെഡിൽ അവിടെ തന്നെ വെച്ചേച്ച് പോകും. അടുത്തയാൾ വരുമ്പോ അത് വായിച്ചോളും. ബസ് കാത്തിരിക്കുക, വെറുതെ ഇരിക്കില്ലേ? അപ്പൊ നല്ലൊരു പിക്ചർ, നല്ലൊരു പടവും, നല്ല മേനിക്കടലാസും, അവനതെടുത്ത് വായിക്കുമെന്ന്. അവനും അത് കീറിക്കളയാൻ തോന്നുകയില്ല, ചുരുട്ടിക്കൂട്ടാൻ തോന്നുകയില്ല, അതെടുത്ത് വായിക്കും. അതിന് ഒരു 8-10 രൂപയ്ക്കൊക്കെ നടക്കും. ഇപ്പൊ ഒരു 3000 കോപ്പി, ഒരു 10 രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് അത്രയൊന്ന് മാറ്റി വെച്ചിട്ട് നിന്റെ സ്വന്തം സാക്ഷ്യം അടിക്കാൻ, സ്വന്തം അനുഭവങ്ങൾ അടിക്കാൻ വെക്കരുതോ? അല്ലേ? അടിച്ച് ഭംഗിയായി അടിച്ച് 10 പേരുടെ കൈ കൊടുക്കരുതോ? അടുത്തുള്ള വീടുകളിൽ നിന്ന് 2 പേരെ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വിളിക്കരുതോ? എന്തുകൊണ്ട് നിന്റെ വീട്ടിൽ ഒരു കൊച്ചു ഗ്രൂപ്പ് തുടങ്ങിക്കൂടാ? പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് തുടങ്ങിക്കൂടാ? അല്ലാതെ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആകുന്നത് വരെയും ശുശ്രൂഷ ചെയ്യാതിരിക്കണമെന്നാണോ? തുടങ്ങിക്കേ, ചെറിയ കാര്യങ്ങളിൽ തുടങ്ങിക്കേ. മനസ്സിലായോ? നമ്മൾ ഈ വലിയ യാത്ര ചെയ്യുന്നതൊന്നും ഒറ്റയടിക്കല്ല, ഓരോ ചുവടുകൾ വെച്ചല്ലേ യാത്ര തുടങ്ങുന്നത്. തുടങ്ങുമ്പോൾ 1, 2, 3 ചെറിയ ചെറിയ തുടക്കങ്ങളല്ലേ?
എല്ലാം മഹത്തരമാക്കി മാറ്റിയിട്ടുള്ളത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു പക്ഷേ പൗലോസാകാൻ നിനക്ക് പറ്റുകയില്ല, എന്നാൽ പൗലോസിനെ പ്രാർത്ഥിച്ച് ആത്മനിറവിലേക്ക് നടത്തിയ അനന്യാസാകാൻ നിനക്ക് പറ്റും. ഞാൻ ഈ പലപ്പോഴേ ഈ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്ന മുൾച്ചെടിയെ കുറിച്ച് ഓർത്തിട്ടുണ്ട്. ഒരേവിന്റെ മുകളിൽ ഒരു കത്തുന്ന മുൾച്ചെടി. നിങ്ങൾക്കറിയാമോ, ഈ ഹോരേബിലെ പർവ്വതത്തിന്റെ മുകളിൽ ഒത്തിരി വൃക്ഷങ്ങളുണ്ട്, ഒത്തിരി വൃക്ഷങ്ങൾ. ദേവദാരു, അത്തി, അകില്, സരളവൃക്ഷം, ബദാം, അങ്ങനെ മെത്തരമായി കുടുംബത്തിൽ പറന്ന ഒത്തിരി മരങ്ങളെ പർവ്വതത്തിന്റെ മുകളിലുണ്ട്. അതൊക്കെ ആളുകൾ വന്ന് വെട്ടിക്കൊണ്ട് പോകും. എന്തിനാന്ന്? വീട് വയ്ക്കാനാ. ഇല്ലേ? ദേവദാരു കൊണ്ട് തട്ടിടാൻ, സീലിംഗ് അടിക്കാനൊക്കെ അന്ന് അല്ലേ ദേവദാരു വേണം. അത്തി, അകില്, സരളവൃക്ഷം. ആളുകൾ വീട് പണിയാനും തട്ടടിക്കാനും ഒക്കെ ഇത്തരം മരങ്ങൾ വന്ന് വെട്ടിക്കൊണ്ട് പോകും. ഇവരെയൊക്കെ തേടി നാട്ടിൽ നിന്ന് പലരും വരുമ്പോഴും ആരും ശ്രദ്ധിക്കാതെ മലമുകളിൽ ഒരു കൊച്ചു മുൾച്ചെടി നിൽപ്പുണ്ട്. ആരും അടുത്തേക്ക് വരികയില്ല, മുള്ളല്ലേ, ആരും വരികയില്ല, ആരും ശ്രദ്ധിക്കുകയില്ല. ഒരു പ്രാധാന്യമില്ല. അത്തിയുടെയും ഈ സരളവൃക്ഷത്തിന്റെയും ഇടയിൽ, ദേവദാരുവിന്റെ നടുവിൽ ഈ മുൾച്ചെടിക്ക് എന്താ സ്ഥാനം? ഒരു സ്ഥാനവും ഇല്ല, ഒരു കൊച്ചു മുൾച്ചെടി. പക്ഷെ ദൈവത്തിന്റെ തീയിറങ്ങി കത്താൻ അത്തിയും അകിലും ദേവദാരുവും സമ്മതിച്ചില്ല. അതിന് മൗനസമ്മതം മൂടിയത് ആരാന്നറിയാമോ? ഈ മുൾച്ചെടിയ, ഈ കൊച്ചു മുൾച്ചെടി. ആരാലും ശ്രദ്ധിക്കാതെ എല്ലാവരും അകന്നു മാറി നിന്ന, അടുത്താൽ ദ്രോഹിക്കുമെന്ന് വിചാരിച്ച് എല്ലാവരും മാറ്റി നിർത്തിയിരുന്ന ഈ കൊച്ചു മുൾച്ചെടിയാണ് ദൈവത്തിന്റെ തീയിറങ്ങി കത്താൻ അവസരം കൊടുത്തത്. അത് കത്തുന്നെങ്കിൽ എന്നിൽ കത്തണം എന്ന് അവൻ ആഗ്രഹിച്ചു. ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും, ഒരു പ്രാധാന്യവും ഇല്ലെങ്കിലും, പേരോ പ്രശസ്തിയോ ഇല്ലെങ്കിലും, ദൈവത്തിന്റെ തീ ഇറങ്ങി വന്നാൽ നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരും. ഇതാണ് മോശ താഴെ നിന്ന് കണ്ടത്. താഴ്വാരത്ത് നിന്ന് ആടുകളെ മേച്ചു വരുന്ന മോശ ദേവദാരു കണ്ടോണ്ടല്ല പർവ്വതത്തിന് മുകളിലേക്ക് ഓടി വന്നത്. പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്ന സരളവൃക്ഷമോ അത്തിയോ അകിലോ കണ്ടോണ്ടല്ല മോശ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഓടിക്കിതച്ചെത്തിയത്. ഒരു മുൾച്ചെടി നിന്ന് കത്തുന്നു, ഒരു മുൾച്ചെടി നിന്ന് കത്തുന്നു. മോശ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോൾ അതിനകത്തുനിന്നൊരു ശബ്ദം, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആയതുകൊണ്ട് അത് എന്റെ ചെരുപ്പഴിച്ചു മാറ്റാൻ പറഞ്ഞു. ആ മുൾച്ചെടിക്കകത്തു നിന്നാണ് ദൈവം സംസാരിച്ചത്. നിങ്ങൾക്കറിയാമോ, തന്റെ ജനത്തെ നയിക്കാൻ ദൈവം ഒരു വലിയ അഭിഷേകം കൊടുത്തപ്പോ, മോശയെ അഭിഷേകം ചെയ്തപ്പോൾ, ആ അഭിഷേകത്തിന്റെ ഒരു കൊച്ചു ഭാഗം വഹിച്ചത് ആരാന്നറിയാമോ? ആ മുൾച്ചെടിയാണ്. മോശയാകാൻ നിനക്ക് പറ്റുകയില്ലെന്ന് വരും. ഒരുപക്ഷെ അതിന് വെളിയുള്ളവരത് ചെയ്യട്ടെ. ഇല്ല, നാളെ ഒരുപക്ഷെ ദൈവം അങ്ങനെ ചെയ്യിക്കുന്നെങ്കിൽ ചെയ്യിക്കട്ടെ. മോശയുടെ അഭിഷേകം നമ്മളിലേക്ക് വരുന്നെങ്കിൽ വരട്ടെ. പക്ഷെ മോശയെ അഭിഷേകം ചെയ്യാൻ നിന്നിലൂടെ ദൈവത്തിന് ചില മോശമാരോട് സംസാരിക്കാൻ പറ്റുകയില്ലേ? അതിന്റെ ഒരു മൗത്ത് പീസായി നിനക്ക് നിൽക്കാൻ പറ്റുകയില്ലേ? അതെ ഞാൻ പറഞ്ഞത്, നമുക്കെല്ലാം നേതാവാകണം, ലീഡറാകണം, അല്ലേ? അതാ നമുക്കെല്ലാം ആഗ്രഹം, ടു ബിക്കം എ ലീഡർ. പക്ഷെ ലീഡറാകാൻ പറ്റിയില്ലെങ്കിലും ലീഡർമാരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ശുശ്രൂഷ നിന്നെ കൊണ്ട് ജയിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇവിടെ അതാ സംഭവിച്ചത് കണ്ടോ?
വലിയ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള, കർത്താവിന് വേണ്ടി ഒത്തിരി ആത്മാക്കളെ നേടിയിട്ടുള്ള ഈ വലിയ ദൈവദാസന്മാരെ ഒന്നും, വലിയ ലീഡർമാരൊന്നും അല്ല ദൈവകൃപയെ കൊണ്ടുവന്നത്. വെറും സാധാരണക്കാരായ ആളുകളായിരിക്കും. വെറും സാധാരണക്കാരായ ആളുകളായിരിക്കും. സിലോൺ പെന്തിക്കോസ്ത് മിഷൻ, CPM എന്ന സഭയെ നമുക്കറിയാം. പേര് പോലെ തന്നെ അതിന്റെ അതിന് നടന്നത്, അത് സ്റ്റാർട്ട് ചെയ്തത് സിലോണിലാണ്. ശ്രീലങ്ക, ഇന്നത്തെ ശ്രീലങ്ക. നിങ്ങൾക്കറിയാമോ, ആ ശ്രീലങ്കയിൽ ഉണ്ടായ ഉണർവിൽ ആ സഭയ്ക്ക് ആദ്യം നന്ദി കുറിച്ചതും അതിന് നേതൃത്വം കൊടുത്തതും ആരാന്നറിയാമോ? ലാസർ, പാസ്റ്റർ ലാസർ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ലാസർ ഉപദേശിയ, ലാസർ പാസ്റ്റർ. ഹി വാസ് എ കൺവേർട്ട് ഫ്രം ഹിന്ദു. ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നൊരു മനുഷ്യനാണ് അദ്ദേഹം എന്റെ നാട്ടുകാരനാണ്. പാസ്റ്റർ ലാസർ, CPM, സിലോൺ പെന്തിക്കോസ്ത് മിഷന്റെ സ്ഥാപക പ്രസിഡന്റ്, എന്റെ സ്വന്തം നാട്ടുകാരനാണ്. അദ്ദേഹം ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതാണ്. ആ മനുഷ്യനെ ചെറുപ്പത്തിൽ ഒരു രോഗം വന്നു. ഈ ഡ്രോപ്സി എന്നൊക്കെ പറയും. മഹോദരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മഹോദരം, വയറു വീർത്തു വരിക, വയറ്റിനകത്ത് വെള്ളം കെട്ടുക. മഹോദരം ഉള്ളവരെ നിങ്ങൾക്കറിയാം. വലിയ അപകടം പിടിച്ചൊരു രോഗമാണ്. വന്ന ഒരു വളരെ ചെറിയ ശതമാനം ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ശരീരമെല്ലാം ക്ഷീണിച്ച്, ജോലിക്ക് പോകാൻ നിവൃത്തിയില്ലാതെ എല്ലാം നശിച്ച്, ചികിത്സ ചെയ്തിട്ടും ഫലിക്കാഞ്ഞിട്ട് അവസാനം മരണം കാത്ത മെല്ലിച്ച ശരീരവും വലിയൊരു വയറുമായി അദ്ദേഹം ഭവനത്തിൽ ചെന്നപ്പോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ കഥ? എനിക്ക് ആ സംഭവം, കഥയല്ല കേട്ടോ, ആ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. IPC സഭയിലെ അരിപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സഭയുണ്ട് നമുക്കവിടെ, IPCക്ക്. അവിടുന്ന് രണ്ട് മാതാക്കൾ സുവിശേഷം അറിയിച്ച് ഈ മനുഷ്യന്റെ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ നല്ലൊരു ചെറുപ്പക്കാരൻ മരണത്തോടടുത്ത് മഹോദരവും കൊണ്ട് കിടക്കുക, വലിയ വയറും കൊണ്ട് കിടക്കുക. ഈ അമ്മച്ചിമാര് അടുത്ത് ചെന്നു അദ്ദേഹത്തിന് വെള്ളമൊക്കെ ചൂടാക്കി കുടിക്കാനൊക്കെ കൊടുത്തു. സ്നേഹത്തോടെ അദ്ദേഹത്തോട് ഇടപെട്ടിട്ട്, ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ, ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ, നീ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നിന്റെ രോഗം മാറും, നീ കർത്താവിന്റെ വേലക്കാരനാകുമെന്നൊക്കെ പറഞ്ഞു. ഈ മാതാക്കൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും കണ്ടപ്പോൾ ഈ മനുഷ്യന് യേശുവിൽ വിശ്വാസം ഉണ്ടായി. പക്ഷെ ഇത്രയൊക്കെ പറയാനേ ആ മാതാക്കൾക്ക് അറിയൂ. കാരണം അവർക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. അവര് പോകാൻ നേരം പറഞ്ഞു, കുഞ്ഞെ, നീ ഇവിടെ കിടക്ക്, നാളെ ഞങ്ങൾ പാസ്റ്ററേയും കൂട്ടി വരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കും, നിനക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോ പ്രാർത്ഥിച്ചിട്ട് പോകാം, ഞങ്ങളുടെ പാസ്റ്ററെ വിളിച്ചോണ്ട് നാളെ വരാം, ദൈവം അത്ഭുതം തരും. നിങ്ങൾക്ക് അറിയാമോ, അന്ന് രാത്രി അദ്ദേഹം കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോ വയറ് പകുതിയായി, വയറ് ചൊട്ടിക്കൊണ്ടിരിക്കുന്നു. വീർത്ത് വെള്ളം കെട്ടി നിന്ന് വയറ് ചൊട്ടിക്കൊണ്ടിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ ഈ അമ്മച്ചിമാർ രണ്ടും ഈ പാസ്റ്ററെ വിളിച്ചോണ്ട് ചെന്നപ്പോ ഈ മനുഷ്യൻ എഴുന്നേറ്റിരിക്കുക തന്നെ. എഴുന്നേറ്റിരിക്കാൻ പോലും ആകാത്ത നിലയിൽ വയറൊരു വശത്തേക്ക് ഇങ്ങനെ മറിഞ്ഞു കിടക്കുകയായിരുന്നു. ആ മനുഷ്യൻ, പാസ്റ്ററും ഈ മാതാക്കളും പിറ്റേന്ന് ചെന്നപ്പോൾ എഴുന്നേറ്റിരിക്കുകയായിരുന്നു. അന്നും അവർ പ്രാർത്ഥിച്ചു, കർത്താവ് സൗഖ്യം തരുമെന്ന് പറഞ്ഞു. കൈവച്ച് പ്രാർത്ഥിച്ചു പാസ്റ്റർ. യമച്ചിമാരവിടെ കുത്തിയിരുന്ന് ആത്മാവിൽ ദൈവത്തോട് ചോദിച്ചു. ആ മനുഷ്യൻ അങ്ങനെ രക്ഷിക്കപ്പെട്ടവനാ. നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തൂടെയാണ് ദൈവം സിലോൺ പെന്തിക്കോസ്ത് മിഷൻ സഭ സ്ഥാപിച്ചത്. ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നു. ആ മാതാക്കളുടെ പേര് ആരും ഓർക്കുന്നില്ല. കാരണം അവർക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ല, ലീഡേഴ്സ് അല്ല അവര്.
സഹോദരിമാരുടെ മീറ്റിങ്ങിന് പോലും അവർ പ്രസംഗിച്ചിട്ടുമില്ല. അവർക്ക് പ്രസംഗിക്കാനും അറിയത്തില്ല. പക്ഷെ അവർക്ക് യേശു സൗഖ്യമാക്കുമെന്ന് പറയാൻ അറിയാമായിരുന്നു. വർത്താനം പറയാനേ അറിയാവൂ, പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ. വാക്യങ്ങളും ഒത്തുവാക്യങ്ങളും എടുത്ത് ഒരു വിഷയം വിശദമാക്കി സ്ഥിരീകരിച്ച് പഠിപ്പിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ. അവരവരുടെ ജീവിതത്തിന്റെ അനുഭവം പറഞ്ഞത്. എന്നെ യേശു വിടുവിച്ചു, നിന്നെയും യേശു വിടുവിക്കും. ഇത് പറയാൻ അറിഞ്ഞൂടെ? അത് പറയരുതോ നിനക്ക്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോനെ, അപ്പോസ്തലനാകാൻ പറ്റിയില്ലെങ്കിലും ചില അപ്പോസ്തലന്മാരെ വാർത്തെടുക്കാനുള്ള ശുശ്രൂഷ ദൈവം നിനക്ക് തരും. ചിലരെ കൃപയിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് കഴിയും. പ്രാർത്ഥിക്ക, അത് ആത്മനിറവ്. അനന്യാസ് ശൗലിന്റെ മേൽ കൈവച്ചപ്പോൾ അവൻ ആത്മപൂർണനായി, ആത്മാവ് നിറഞ്ഞു. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ആ ക്ലാസ്, ആ പോയിന്റ് അവിടെ നിർത്താം. അടുത്തൊരു വാക്യം കൂടെ വായിച്ച്, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഇത്രയും വായിച്ചാൽ മതി. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. He was being filled with the Spirit. യേശുവിനെ എന്തിനാണ് പരിശുദ്ധാത്മാവിൽ നിറച്ചത്? ഒരു കപ്പൽ സജ്ജമായി നിൽക്കുന്നത് പോലെ ഒരു വലിയ ശുശ്രൂഷയ്ക്കായി, ഒരു വലിയ ദൗത്യത്തിനായി പിതാവാം ദൈവം പരിശുദ്ധാത്മാവിൽ അവൻ സ്നാനപ്പെട്ടപ്പോൾ ആത്മാവിനാൽ അവനെ നിറച്ച് ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അവനെ ഒരുക്കി. ഏതൊരു ശുശ്രൂഷ നാം ചെയ്യണമെങ്കിലും ആദ്യം വേണ്ടത് എന്താണെന്നറിയാമോ? ആത്മനിറവാണ്. അത് ആത്മനിറവൻ ജീവിതമെന്ന് ഞാൻ ഈ പറഞ്ഞു തുടങ്ങിയത്. നമുക്കിതിനെ കുറിച്ച് ഒരു ബോധ്യവും ഇല്ല. നമുക്കൊട്ട് ആത്മാവിൽ നിറയണ്ട. ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും മരണം വരെയൊക്കെ പോണം. വലിയ പാപത്തിലൊന്നും ചെന്ന് വീടാതെ, അല്ലേ, അത്യാവശ്യത്തിന് ദശാംശമൊക്കെ കൊടുത്ത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണമെന്നല്ലാതെ നമ്മുടെ ആത്മീയ ജീവിതത്തിനൊരു ലക്ഷ്യം നമുക്കില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതല്ല. നിങ്ങൾ ആത്മനിറവ് പ്രാപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. യു ഹാവ് എ മിനിസ്ട്രി. അത് കണ്ടെത്താതിരിക്കുന്നതാണ് ഇന്നത്തെ ദൈവസഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം. ഒത്തിരി ആളുകൾ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ശുശ്രൂഷയുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ബോധ്യമില്ല. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ പറഞ്ഞതാണ് ആ ദൗത്യം, ആ മിഷൻ കേട്ടോ, ആ ഒരു മിഷൻ. ടു ബി എ മിഷണറി. ഈ മിഷൻ എന്ന പദമുണ്ടല്ലോ, ദൗത്യം ഇല്ലേ, അതിൽ നിന്നുണ്ടായ പദമല്ലേ മിഷണറി എന്ന് പറഞ്ഞ ദൗത്യവാഹകൻ അല്ലേ? നിങ്ങൾക്കറിയാമോ, ആ പദത്തിൽ നിന്നുണ്ടായ വേറൊരു പദമാണ് മിസൈല്. എന്ന് പറഞ്ഞാൽ അർത്ഥം മിസൈല് എന്ന് പറഞ്ഞാൽ കുറെ നാളായി പാലസ്തീനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ഇല്ലേ? തീവ്രവാദികൾ അങ്ങോട്ടും മിസൈൽ വിടുന്നു, ഇസ്രായേൽ അപ്പുറത്തോട്ട് മിസൈൽ വിടുന്നു. മിസൈൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊരു ആയുധമാണ് അല്ലേ? മിസൈൽ ഒരു ആയുധമാണ്. ഇത് തൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ ലക്ഷ്യത്തിൽ ചെന്ന് പ്രവൃത്തി ചെയ്തിട്ടേ മടങ്ങി വരൂ. അതാ ഈ മിസൈലിന്റെ പ്രത്യേകത. മിസൈലിന് ഒരു മിഷനുണ്ട്. ഈ മിസൈൽ എങ്ങനെയാ പോകുന്നേ? നമ്മളെ പോലെ കേറി ഇറങ്ങി 10 വട്ടം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന്
ഉച്ചയും തിന്ന് ഉപ്പും തിന്ന് കൂട്ടത്തിൽ വേണം ഇച്ചിരി മുളകും കൂടെ തിന്നേച്ചേ നമ്മൾ ആരാധനയ്ക്ക് എത്തൂ. അതാണോ മിസൈല്? ഞാൻ നല്ല മിസൈല് പോലെ നിൽക്കണം മിഷണറി ആണെങ്കിൽ. നിന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് ചെന്ന് ചെയ്തേ അടങ്ങാവൂ. അത്ര ലക്ഷ്യബോധമായിരിക്കണം. പറ്റുന്ന ചെയ്യാ ഓക്കുന്ന പോലെ ഇരിക്കട്ടെ, അതല്ല മിഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം അതാണ്. എ മിഷൻ ഈസ് വാട്ട് എ മിസൈൽ ഡസ്. ദൗത്യം എന്ന് പറഞ്ഞാൽ ഒരു മിസൈല് ചെയ്യേണ്ട പണിയാണ്. ആ മിസൈലിന് ലക്ഷ്യമുണ്ട്. ഇതാ ഒരു മിഷണറിക്ക് ആദ്യം വേണ്ടത് ഇതാണ്, അല്ലേ? അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാര് പണ്ട് പാടിയേ, എവിടെ പോയി ഞാൻ അവനായി ജീവൻ വെക്കണം, അവിടെ തന്നെ പോവാൻ എനിക്ക് മനസ്സ് നൽകണം. പാട്ട് കേട്ടിട്ടില്ലേ പഴയ? ഇന്ന് എത്ര പേരുണ്ട് വിശ്വാസത്തിൽ വന്ന എത്ര പേരുണ്ട് അങ്ങനെ ജീവിക്കുന്നവര്? എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണം. ഇപ്പൊ എവിടെ പോയി കാശുണ്ടാക്കുമെന്നാണ് നമ്മുടെ ചിന്ത. വിശ്വാസത്തിൽ വന്നപ്പോഴത്തേക്ക് എങ്ങോട്ട് പോണോ എന്നുള്ളതാ. ഗൾഫിലോട്ട് പോണോ, UK പോണോ, ഓസ്ട്രേലിയയിലോട്ട് പോണോ? എന്തിനാ? കാശുണ്ടാക്കാൻ. അതിനാ വിശ്വാസത്തിൽ വരുന്നത്. ഇപ്പൊ പെന്തിക്കോസിൽ പോകുന്നെന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയല്ലേ? ഞങ്ങളുടെ നാട്ടിലെ, എന്റെ നാട് കോട്ടയത്താണ്. ഞാൻ ഇപ്പൊ തിരുവല്ലയിൽ സ്ഥിരവാസിയാണ്. ഞാൻ ജനിച്ചു വളർന്ന കോട്ടയത്താണ്. പാമ്പാടിയാണ് എന്റെ നാട്, കോട്ടയം പാമ്പാടി. ഞങ്ങളുടെ അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ആദ്യ തലമുറയിൽ ഇലാസർ ഉപദേശി കൊണ്ടിരുന്ന കാലയിൽ ഇലാസർ മുമ്പേ പറഞ്ഞേ CPM ആ കാലഘട്ടത്തില് വിശ്വാസത്തിൽ വന്ന, ഈ കൂടെയൊക്കെ വന്ന വിശ്വാസത്തിൽ വന്ന ഒരു മാതാവിന്റെ ഒക്കെ കൊച്ചു മക്കളിലൊക്കെ ഞങ്ങളൊക്കെ പെട്ടതേ. നമ്മുടെയൊക്കെ പിതാക്കന്മാര് വിശ്വാസത്തിൽ വരുമ്പോ ഒത്തിരി കഷ്ടനഷ്ടങ്ങളായിരുന്നു അവർക്കുണ്ടായത്. ഒന്നും പ്രതീക്ഷിക്കാനില്ലായിരുന്നു. വലിയ പള്ളി കൂടിയവരാകട്ടോ, വലിയ പള്ളിയിലെ വിശ്വാസികളായിരുന്നു. പള്ളി കുരിശും മദ്ബഹയും വെടിക്കെട്ടും റാസയും അവിടെ കൂടിക്കൊണ്ടിരുന്നപ്പോഴേ ഈ ആത്മനിറവിലുള്ള ആരാധനയെ കുറിച്ച് മനസ്സിലാക്കി. ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കിയത്. ആ ആരാധന, അവിടുത്തെ മണിയടിയും അവിടുത്തെ മദ്ബഹായും അവിടുത്തെ കോഴിവെട്ടും അവിടുത്തെ നേർച്ച വിളമ്പും കേട്ടോ, അവിടുത്തെ വെടിക്കെട്ടും ഇതൊന്നും അല്ല ശരിയായ ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് മനസ്സിലായപ്പം അത് വിട്ടിറങ്ങി തിരിച്ചതാണ്. അത് വിട്ടിട്ട് അവരിറങ്ങിത്തിരിച്ച് അവർക്കന്ന് കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ ആരും ഇടം കൊടുത്തില്ല. കന്നുകാലിക്കൂട്ടിലും വിത്തുപെരയിലും ഒക്കെ ഞാന് ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടില് ഒത്തിരി വസ്തു ഉണ്ടായിരുന്ന ഒരു മുതലാളിക്ക് തെങ്ങുന്തോപ്പ, ഒത്തിരി തെങ്ങുകളുണ്ട്. എന്റെ അപ്പൻ ശുശ്രൂഷ ഇറങ്ങിയ സമയത്തായി പറയുന്നത്. ഒത്തിരി തെങ്ങിൻതോപ്പുണ്ട്. വിശ്വാസത്തിലേക്ക് കുറെ ആളുകൾ വന്നു. ഒരുമിച്ച് ആരാധിക്കാൻ ഇടയില്ല. വീടിന്റെ ഒക്കെ ഓരത്തൊക്കെയാ അന്നത്തെ വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ചാണകം മെഴുകിയ ഓല കിട്ടിയ വീടുകളാ, ചെറിയ ചെറിയ വീടുകളാ. എനിക്കെങ്കും ഉണ്ടായിരുന്നത്. അവിടെ ആളുകളെ തികയാറായിരുന്നപ്പോ ഈ വലിയ മുതലാളിയുടെ തേങ്ങാപ്പുര, തേങ്ങ സൂക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു പുര അദ്ദേഹത്തിന്റെ പറമ്പിലുണ്ട്. ആദ്യകാലത്തൊക്കെ ഒത്തിരി തേങ്ങ വീഴ്ത്തി മാസം തോറും അവിടെ സൂക്ഷിച്ചു വെക്കും. പിന്നെ തേങ്ങയുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ പിന്നെ റബ്ബറായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഈ തേങ്ങയുടെ എണ്ണം കുറഞ്ഞപ്പോഴത്തേക്ക്, എന്നിട്ടും തേങ്ങ ഒത്തിരി കൊണ്ട് തട്ടപ്പുറത്തൊക്കെ തേങ്ങ കിടക്കുകയാണ്. അങ്ങനെ അവിടെ അകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ആളുകൾക്കിരുന്ന് ആരാധിക്കാൻ ആ മുതലാളിയോട് ചെന്ന് എൻ്റെ അപ്പൻ ആ തേങ്ങാപ്പുര ചോദിച്ചു.
ഞങ്ങളൊരു ചെറിയ വാടക തന്നേക്കാം, ഞങ്ങൾ ഞായറാഴ്ച ഒന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ അതൊന്ന് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ മനുഷ്യൻ പറഞ്ഞു, വാടകയൊന്നും വേണ്ട, ഉപദേശിക്ക് അത് കൊള്ളാമെങ്കിൽ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ വാടകയില്ലാതെ ആ തേങ്ങാപ്പുര എന്റെ അപ്പന് കൊടുത്തു. അത് വിശ്വാസികളെ കൊണ്ടുപോയി അടിച്ച് വൃത്തിയാക്കി അതിനകത്ത് പായിട്ടിരുന്ന് ആരാധിച്ചു. പക്ഷെ ഒരു ദിവസം ഉണ്ടല്ലോ, ഈ തേങ്ങാപ്പുരയുടെ ഈ ശീലാന്തി ഒടിഞ്ഞ് തട്ടിന്റെ എന്താ പറയുന്നതിന് അന്താഴമോ ശീലാന്തിയോ ഒടിഞ്ഞുപോയി. ഒടിഞ്ഞു പോയിട്ട് ഈ തേങ്ങ തട്ടുംപുറത്ത് കടന്നത് മുഴുവൻ അവിടെ ഇരുന്ന ദൈവമക്കളുടെ തലയിലേക്കാണ് വീണത്. അവസാനം മണ്ണ് കോരുന്നത് പോലെ, കഴിഞ്ഞ ദിവസം വയനാട്ടിൽ മണ്ണ് കോരി മാറ്റിയതുപോലെ ഓടിക്കൂടിയ ആളുകൾ തേങ്ങാ പെറുക്കി മാറ്റിയിട്ടാണ് ഓരോരുത്തരെ പുറത്തോട്ട് വലിച്ചെടുത്തത്. കാരണം എന്താണെന്നറിയാമോ? കയറിയിരിക്കാൻ, കിടന്ന് ആരാധിക്കാൻ സ്ഥലമില്ല. ആരും കയറ്റുകയില്ല. ബിക്കോസുകാരെ ആർക്കും വേണ്ട. വഴിയരികിലും മരത്തണലിലും ഒക്കെ ഇരുന്ന് അവരെ ആരാധിച്ചത് അന്ന് ഒരു പ്രതീക്ഷയോടും കൂടിയല്ല. അതല്ല ആരാധന ശരി, ഇതാണ് ആരാധന. ആത്മനിറവിലുള്ള ആരാധനയാണ് ശരിയായ ആരാധന. മറ്റേ മണിയനിയും വെടിക്കെട്ടും നേർച്ചവളമ്പും കോഴിവെട്ടും ഉള്ളതല്ല ആരാധന. ഇതാണ് ശരിയായ